ഷലോം, ഞെറീന ഫ്രാൻസിസ് യെരുശലേമിൽ നിന്നും. എന്താ പറയാ, ഒരു നല്ല സമയം തന്നെയാണ് ഞാൻ ലൈവ് വന്നിരിക്കുന്ന സമയം എന്ന് പറയുന്നത്. കാരണം ഇപ്പോഴൊന്നും രാത്രിയിലൊന്നും ആരും ഒന്നും ഉറങ്ങാറില്ല പഴയതുപോലെയൊന്നും എന്നുള്ളത് ഏകദേശം എല്ലാവരും തന്നെ ഫോണുകളിൽ കുത്തിയിരിക്കുകയും ഒക്കെ ചെയ്യുന്നതാണ്. അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം ഇന്ന് രാവിലെ ഞാൻ ടെലവീൽ പോയിരുന്നു. നിങ്ങളെല്ലാവരും കണ്ടതാണ് ടെലവീൽ ഞാൻ കാഴ്ചകൾ നിങ്ങളോട് കാണിച്ചത്. പ്രധാനപ്പെട്ട നഗരങ്ങൾ എന്ന് പറയുന്നത് മൊസാദിന്റെ കേന്ദ്രങ്ങളും നമ്മുടെ പിന്നെ കേരളത്തിലെ മാധ്യമങ്ങൾ പറയുന്ന ഇസ്രായേലിന്റെ മൊസാദിന്റെ കേന്ദ്രങ്ങൾ തകർത്തെറിഞ്ഞു, പിന്നെ IDFന്റെ കേന്ദ്രങ്ങൾ തകർത്തെറിഞ്ഞു എന്നൊക്കെ പറയുന്ന ടെലവീലെ പ്രധാന നഗരമായി നിലകൊള്ളുന്ന അവിടെ ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് കാണിച്ച ചില കെട്ടിടങ്ങൾ മൊസാദിന്റെ കെട്ടിടങ്ങളുമാണ് ഞാൻ ലൈവിൽ കാണിച്ചത്. പക്ഷെ നിങ്ങൾക്കത് മനസ്സിലായിട്ടില്ല അത് ഏത് കെട്ടിടമാണ് എന്നുള്ളത്. എനിവേ, അപ്പോൾ ഇതെല്ലാം ഇവിടുത്തെ കാഴ്ചകളാണ്, നേരിട്ട് നിങ്ങൾ കാണുകയാണ്. ഇവിടെ ഇസ്രായേലിലെ രാവും പകലുമൊക്കെ ഇവിടുത്തെ ജനങ്ങൾ സുരക്ഷിതരാണ്. ഇവിടെ ഒരു പ്രശ്നവുമില്ല. ഇവിടെ പിന്നെ ഉമ്മയുടെ പേര് പൂറി എന്നാണോടാ മനസ്സിലായോ? അതോടുകൂടി അവരുടെ കാര്യത്തിന് തീരുമാനമാകും. എന്റെ കമന്റ് ബോക്സിൽ വന്ന് തോന്നിവാസം എഴുതി എന്റെ മുമ്പിൽ സംസാരിച്ച് ഒരുത്തനും ഇവിടുന്ന് രക്ഷപ്പെട്ടു പോകുന്നു ചിന്തിക്ക പോലും വേണ്ട. ഇത് എന്റെ കമന്റ് ബോക്സാ, മനസ്സിലായോ? ഇത് എന്റെ ലൈവ് പേജാണ്. എന്റെ പേജിൽ വരിക, കാണാൻ താല്പര്യമില്ലയോ കാണണ്ട, ഇറങ്ങിപ്പോവുക. പക്ഷെ എന്റെ പേജിൽ വന്ന് തോന്നിവാസം പറഞ്ഞ് ഒരുത്തനും ഇവിടുന്ന് സമാധാനത്തോടുകൂടി ഇറങ്ങിപ്പോകുന്നു പ്രതീക്ഷിക്കേണ്ട. ഫേക്ക് ഐഡികളെ ഞാൻ ബ്ലോക്ക് ചെയ്യും. അല്ലാത്ത ഒറിജിനൽ ഐഡികളാണെങ്കിൽ എന്റെ കയ്യിൽ നിന്ന് കിട്ടാവുന്നതും വാങ്ങിച്ചിട്ട് വേണം പിന്നെ പോയി പട്ടി മോങ്ങുന്നത് പോലെ മാറിയിരുന്ന് മോങ്ങാനായിട്ട്. പറഞ്ഞ മനസ്സിലായോ? എന്നാ സ്ഥലം വിട്. ഞാൻ എന്റെ സഹോദരങ്ങളോടും ഞാൻ പറയുക, നമ്മുടെ പൊതുസമൂഹം പൊതുവെ നമ്മളെ പറഞ്ഞു പഠിപ്പിച്ചു വെച്ചിരിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് തെറി വിളിക്കുക എന്ന് പറയുന്നത്, തെറി വാക്കുകൾ ഉപയോഗിക്കുക എന്ന് പറയുന്നത് നമ്മുടെ സംസ്കാരത്തിന് ചേർന്നതല്ല എന്നാണ് പറയുന്നത്. ശരിയാണ്, നമ്മുടെ സംസ്കാരത്തിന് ചേർന്നതല്ല. അതുകൊണ്ട് നമ്മൾ ആരെയും തെറി വിളിച്ച് സംസാരിക്കാറുമില്ല. പക്ഷേ അത് മുതലാക്കിക്കൊണ്ട് നിന്റെ ദേഹത്തോട്ട് എറിയാൻ അനുവദിക്കരുത്. അവന്റെ അണ്ണാക്കിനകത്തോട്ട് തിരികെ നിങ്ങൾ എന്ത് ചെയ്യണം? കൊടുത്തേക്കണം. അവൻ തീട്ടമായിട്ടാണ് വരുന്നതെങ്കിൽ ആ തീട്ടം നിങ്ങളുടെ ദേഹത്ത് എറിയാം. പണ്ട് ഞങ്ങളുടെ മാതാപിതാക്കള് പണ്ടായിരുന്ന സമയത്ത് പറഞ്ഞു വരുന്ന ഒരു കാര്യം ഉണ്ടായിരുന്നു. സാത്താനെ കാണുന്ന സമയത്ത് പിശാച് വരികയാണെങ്കിൽ ഒന്ന് മൂത്രം ഒഴിച്ചു തൂറിയും വെച്ചിട്ട് ആ തീട്ടവും മൂത്രവും വാരി അങ്ങ് എറിഞ്ഞാൽ മതി, പിശാച് അങ്ങ് ഇറങ്ങി ഓടിക്കോളൂ എന്ന് പറഞ്ഞിട്ട്. പറഞ്ഞാൽ മനസ്സിലായോ? ഈ തീട്ടവർഗങ്ങളെ അങ്ങനെ ട്രീറ്റ് ചെയ്യാവൂ പ്രിയ സഹോദരങ്ങളെ. തെറിക്കുത്തരം മുറിപ്പത്തൽ എന്ന് പറയുന്ന ആൾക്ക് അവന്റെ കഴുത്ത് കുണ്ടി പൊളിച്ചങ്ങ് കൊടുത്തങ്ങ് പറഞ്ഞു വിട്ടേക്കണം. ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമാണ്. കാരണം ഇന്ന് സോഷ്യൽ മീഡിയയ്ക്ക് ഉടുതുണിയില്ലാതെ ആടിക്കൊണ്ടിരിക്കുന്നതൊന്നും മനുഷ്യർക്ക് പ്രശ്നമില്ല. അതെല്ലാം ആസ്വദിക്കും. അപ്പനും മക്കളും കൂട്ടവും കുടുംബവും ഒക്കെ ഇരുന്നിട്ട് ഉടുതുണിയില്ലാതിരിക്കുന്ന സീനുകൾ ഇരുന്ന് ആസ്വദിക്കും. പിന്നെ ആണിനോടും പെണ്ണിനോടും മോഹിക്കുന്ന സീനുകൾ വരെ ഇരുന്ന് കണ്ടു രസിക്കും. ഒരുമിച്ച് കുടുംബമായിട്ടൊക്കെ പോയാ തിയേറ്ററുകളിൽ നിന്ന് ഇമാതിരി സിനിമകളൊക്കെ കണ്ടിരിക്കുന്നത്. അതൊക്കെ സംസ്കാരം ഭയങ്കര. മനസ്സിലായോ? അതൊക്കെ ഭയങ്കര സംസ്കാരമാ. ആർക്ക്? നമ്മുടെ കേരളക്കരയ്ക്കും എല്ലാവർക്കും ഒക്കെ. പക്ഷെ നിങ്ങളെ തെറി പറഞ്ഞ് അപമാനിച്ച് വരുന്നവന് തിരിച്ച് രണ്ട് മറുപടി കൊടുത്താൽ നിങ്ങളുടെ സംസ്കാരം ഇളകിപ്പോകും എന്ന് പഠിപ്പിക്കുന്ന ആ ഒരു ഇരട്ടത്താപ്പ് അതൊരിക്കലും അരുത് പ്രിയ സഹോദരങ്ങളെ. ഇവിടെയാണ് അവന്മാരെന്ത് ചെയ്യുന്നത്? നിങ്ങളെ മുതലെടുക്കുന്നത്. സോഷ്യൽ മീഡിയയെ അടക്കി വാഴുന്ന, കമന്റ് ബോക്സുകളെല്ലാം അടക്കി വാഴുന്ന ഈ തുരുക്കന്മാരെ കണ്ടം വരെ നിങ്ങൾ അടിച്ചോടിക്കണം. ഒരുത്തനും സോഷ്യൽ മീഡിയയുടെ കമന്റ് ബോക്സുകളെ അവന്മാരുടെ
പ്രചരണത്തിനും വൃത്തികേടുകളും പറയാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ സ്ത്രീകൾക്ക് മാത്രമേ കേരളത്തിലും വൈറലുമാകാൻ പറ്റത്തുള്ളൂ. വൈറലുമാകാൻ പറ്റത്തുള്ളൂ. അവരെ ഇവരെന്ത് ചെയ്യും? പ്രൊമോട്ട് ചെയ്യും, അപ്പിക്കുഴപ്പായത്തിൽ കിടക്കുന്ന താത്തമാരെ. പക്ഷെ അന്യമതത്തിൽപ്പെട്ട സ്ത്രീകള് വായി തുറന്നാ മതി, അപ്പം വരും തള്ളാഹുവിന്റെ കക്കൂസ് വായും കൊണ്ട് ഇറങ്ങി തീട്ടമെടുത്തെറിയാമെന്ന് പറഞ്ഞിട്ട്. എടാ പോടാ അത് തരത്തിൽ പോയി കളിയടാ. നിന്റെയൊക്കെ തീട്ടം വാരി എറിയുമ്പോഴത്തേക്കും കേട്ടോണ്ടിരിക്കാൻ ഷാനി പ്രഭാകർ ഉണ്ടാകും, മാധു ഉണ്ടാകും. അവളുമാരെ നീ പിന്നെ ഇറയത്തില്ലല്ലോ, ഇറയുന്നവന്മാരും കാണും. കൂട്ടിക്കൊടുപ്പുകാരന്മാർക്ക് കുനിഞ്ഞിന്ന് കൊടുക്കുന്നവളുമാരും കാണും. പക്ഷെ റീനയെ അങ്ങനെ കിട്ടൂന്ന് വിചാരിച്ച് നടക്കത്തില്ല. പറഞ്ഞ മനസ്സിലായോ? റീനയെ അങ്ങനെ കിട്ടൂന്ന് വിചാരിച്ചാ നടക്കത്തില്ല. നിന്റെയൊക്കെ തീട്ടം വാരി എറിയുമ്പോഴത്തേക്കും അത് റീന ഇഗ്നോർ ചെയ്യ്. റീന പല എന്തുവാ കമന്റ് ബോക്സിനകത്തും പലവന്മാരും ഇങ്ങനെ വരും, നമ്മളത് മൈൻഡ് ചെയ്യണ്ട. അങ്ങനെ കണ്ടവന്മാരുടെ തീട്ടം ഏറി കേൾക്കാൻ വേണ്ടിയിട്ടല്ലല്ലോ റീന ലൈവ് വരുന്നത്. പറഞ്ഞ മനസ്സിലായോ? അതുകൊണ്ട് ഒരു കാര്യം മനസ്സിലാക്കിക്കോ, എന്നെ കേൾക്കുന്ന എൻ്റെ സഹോദരങ്ങളെ, പ്രത്യേകിച്ചും ക്രിസ്ത്യാനികളോടും ഹിന്ദുക്കളോടും ഞാൻ പറയുക, ആത്മരക്ഷയെ, സ്വന്തം ജീവനെ രക്ഷിക്കാനെങ്കിലും പഠിക്കും നിങ്ങൾ. ഇതൊക്കെ ഒരു ജീവിതത്തിന്റെ പാഠവും ട്രെയിനിങ്ങുമാണ്. ഇത്രയും കാലം നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കാം. നമ്മുടെ സംസ്കാരം അനുവദിക്കാത്തതായിട്ടുള്ള പല കാര്യങ്ങളിലൂടെയും ആ ലോകം ഇന്ന് പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു കാലത്ത് മാറുമറയ്ക്കാൻ വേണ്ടി പാടുപെട്ട സ്ത്രീകളായിരുന്നു നമ്മുടെ നാട്ടിലെ സ്ത്രീകള്. മാറുമറയ്ക്കാൻ അവകാശമില്ലാതെ വന്ന കാലഘട്ടത്തിൽ മാറുമറയ്ക്കാൻ വേണ്ടിയിട്ട് സ്വന്തം മാറിടം വെട്ടിമാറ്റിക്കൊണ്ട് പോലും വിപ്ലവം സൃഷ്ടിച്ചുകൊണ്ട് പുരുഷന്മാരുടെ മുമ്പിൽ തലനിറഞ്ഞു നിന്ന സ്ത്രീകൾ ഉണ്ടായിരുന്നൊരു കാലഘട്ടം ഉണ്ടായി. ഇന്ന് മറയ്ക്കാതിരിക്കാൻ വേണ്ടിയിട്ട്, ഉരിഞ്ഞിട്ട് നടക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക? വിപ്ലവം സൃഷ്ടിച്ചുകൊണ്ട് ഇറങ്ങിയിരിക്കുക കുറെ കൂതറകൾ. എന്നാൽ ഈ തുലുക്കന്മാര് അവിടെ എല്ലാം കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്യും. കാരണം അവനറിയാം അവൻ്റെയൊക്കെ പെണ്ണുങ്ങൾ അപ്പിക്കുപ്പായത്തിനകത്ത് അവർക്ക് ഭീഷണിപ്പെടുത്തി ഇടാനായിട്ട്. പിന്നെ ക്രിസ്ത്യാനി പെണ്ണുങ്ങളും ഹിന്ദു പെണ്ണുങ്ങളും മാത്രമല്ലേ ഉള്ളൂ. അവളുമാർ ഉടുതുണിയില്ലാതെ ആടുന്നതൊക്കെ കണ്ട് രസിക്കാൻ ഒരു സുഖം. അതുകൊണ്ട് ഇവന്മാർ തന്നെ എന്ത് ചെയ്യും? കൂടെ ഇരുന്ന് അങ്ങ് എന്ത് ചെയ്യും? സപ്പോർട്ട് ചെയ്ത് കൊടുക്കുകയും ചെയ്യും ഈ മാതിരിയുള്ള വർഗങ്ങൾക്ക്. അതിൻ്റെ എന്തുവാ കടി മൂത്തിട്ട പല ക്രിസ്ത്യാനികളും പല ഹിന്ദുക്കളും എൻ്റെ പേജിൽ വന്നിട്ട് ഇവരെയൊക്കെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുകയും ഇവർക്ക് മുലകുടി താത്തമാരായിരിക്കുകയും മുലകുടി സഹോദരന്മാരെ പോലെ ഇരിക്കുകയൊക്കെ ചെയ്യുന്നത്. അതുകൊണ്ടാണ് പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ നാട് മാറി, ഒത്തിരി മാറി. അപ്പം അത്രയൊക്കെ മാറിയതിൻ്റെ കൂട്ടത്തിൽ ഇങ്ങനെയും ഒന്ന് മാറി പഠിക്കും നിങ്ങളെ, ഇങ്ങനെയും ഒന്ന് മാറി ചിന്തിക്കും നിങ്ങളെ. നിങ്ങളുടെ മുഖത്ത് നോക്കി നിങ്ങളെ ധൈര്യപൂർവം ഒരുത്തന് തെറി വിളിക്കാൻ തോന്നുന്നുണ്ടെങ്കിൽ അവൻ നിന്നേക്കാൾ വലിയവനെന്ന് അവന് തോന്നലുണ്ടാകുന്നതുകൊണ്ടാണ്. അവിടെ നീ മൗനമായി പോകുന്നുണ്ടെങ്കിൽ ആ നിന്നേക്കാളും അവൻ വലിയവനാണ് എന്ന് നീ സമ്മതിച്ചു കൊടുക്കുന്നത് കൊണ്ടാണ്. ഇനിയെങ്കിലും മനസ്സിലാക്കുക എന്തുകൊണ്ടാ റീന ഇങ്ങനെ തിരിച്ചു മറുപടി കൊടുക്കുന്നതെന്ന് പറഞ്ഞിട്ട്. കാരണം എന്നെ നോക്കി ഒരുത്തിനൊരു മോശമായ ഒരു കാര്യം പറയണമെന്ന് അവന് വാ തുറക്കുമ്പോൾ അവന് എന്നേക്കാളും വലിയവനാണ്, എന്നെ എന്തു പറയാനുള്ള അധികാരം അവനും ഉണ്ടെന്ന് സ്വയം അവനൊരു തോന്നലുണ്ടാകുകയാണ്. ഞാനവിടെ മൗനമായി പോകുകയാണെങ്കിൽ ഞാൻ ആ തോന്നലിനെ ശരിവെച്ച് കൊടുക്കുന്നത് കൊണ്ടാ ഞാൻ മൗനമായി പോകുന്നു എന്നാണ് അതിനർത്ഥം. നേരെ മറിച്ച് അങ്ങനെ എന്നേക്കാൾ വലിയവനാണെന്ന് ഒരുത്തിന് തോന്നലുണ്ടാകുകയാണെങ്കിൽ ആ തോന്നലിന് മാറ്റം വരുത്തി കൊടുക്കേണ്ട ഉത്തരവാദിത്വം നിങ്ങൾക്കാണ്. അപ്പോൾ അവന്റെ ആയുധം എന്താണെന്ന് നോക്കണം. അവൻ ഈ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന എന്തിനു വേണ്ടിയിട്ടാ? തീട്ടം വാരി എറിയാനും ചെളി വാരി എറിയാനും ഒക്കെ തന്നെയാണെന്ന് എനിക്ക് നല്ല പോലെ എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ്. പക്ഷേ നിങ്ങളുടെ കയ്യിൽ കുറച്ച് തീട്ടം പറ്റുമായിരിക്കാം. ഡോണ്ട് വറി, നിങ്ങൾക്കത് കഴുകിക്കളയാവുന്നതേ ഉള്ളൂ. അല്ലാതെ നിങ്ങളുടെ കയ്യിൽ തീട്ടം പറ്റുമല്ലോ എന്ന് പേടിച്ചുകൊണ്ട് കണ്ടവന്റെ തീട്ടം ശരീരത്ത് പേര് നടക്കേണ്ട കാര്യം വല്ലതും ഉണ്ടോ? നിങ്ങൾക്ക് ഉണ്ടോ പ്രിയ സഹോദരങ്ങളെ? നിങ്ങളുടെ കയ്യിൽ തീട്ടം പറ്റുമല്ലോ എന്ന് പേടിച്ചിട്ട് കണ്ടവന്റെ തീട്ടം ശരീരം മുഴുവനും പേര് നടക്കേണ്ട വല്ല കാര്യവും നിങ്ങൾക്കുണ്ടോ? ഇല്ല. അപ്പൊ എന്ത് ചെയ്യണം? നല്ല വൃത്തിയാണം. എന്ത് ചെയ്യണം? കൈ പിന്നെ പോയി സോപ്പിട്ട് കഴുകിയെങ്കിൽ കഴുകിക്കോണം.
പക്ഷെ വെറുതെ വിടരുത്, വെറുതെ വിടരുത്. ഓരോ ക്രിസ്ത്യാനിയും ഓരോ ഹിന്ദുക്കളും ഉണർന്ന് പഠിക്കേണ്ടതാ. നിങ്ങളിപ്പോൾ പഠിച്ചില്ലെങ്കിൽ നിങ്ങൾ കൊണ്ട് പഠിക്കേണ്ട സമയം വരും. പക്ഷെ അന്ന് പഠിക്കാൻ അവസരം പോലും നിങ്ങൾക്ക് കിട്ടത്തില്ല. മനസ്സിലായോ? നിങ്ങൾക്ക് നന്ദകുമാർ പി നായർ അതെ മാറ് കാട്ടിക്കൊടുക്കുന്ന മത്സരത്തിലായിരുന്നു സോഷ്യൽ മീഡിയ. അതിന് ലൈക്കിട്ട് തള്ളുന്നത് ആരാ? തുലുക്കന്മാരാ. കാരണം എന്തുകൊണ്ടാ? ഹിന്ദുക്കളെയും ക്രിസ്ത്യൻ പെൺകുട്ടികളുടെയും മാറിടങ്ങളാണല്ലോ കണ്ട് ആസ്വദിക്കുന്നത്. തുലുക്കന്മാരുടെ മുഴുവൻ അപ്പിക്കുപ്പായത്തിലാണല്ലോ കിടക്കുന്നത്. പിന്നെ തുലുക്കന്മാരുടെ പെണ്ണുങ്ങൾ തന്നെ എന്ത് ചെയ്യും? അവളുമാര് മാറ് കാണിക്കാൻ വേണ്ടി ഇറങ്ങി തിരിച്ചു കഴിഞ്ഞാൽ അവളുമാർ ഉടനെ പേര് മാറ്റും. എന്തുവാ പിന്നെ പണിക്കരുടെ പേരിലും എന്തുവാ നളിഞ്ഞി പണിക്കറോ എന്തോ ഏതൊക്കെ പണിക്കറിന്റെ പേരിലൊക്കെ ഓരോരുത്തർമാർ ഇറങ്ങിയിട്ടുണ്ടല്ലോ. പിന്നെ നായർ കുടുംബത്തിന്റെ പേരിലും പണിക്കറിന്റെ പേരിലും ഒക്കെയാണ് മുസ്ലിം താത്തമാർ മാറ് കാണിക്കാൻ വേണ്ടി ഇറങ്ങുന്നത്. ഹിന്ദുക്കളുടെ പേര് വിട്ട് മുസ്ലിം താത്തമാരുടെ പേരിലല്ല ഇറങ്ങുന്നത്. എന്റെ പൊന്നു സഹോദരങ്ങൾ, എന്ന് നിങ്ങൾ ഉണരും? നിങ്ങൾ എന്ന് ഈ ഉണരും? നിങ്ങൾ എന്താ ഈ പൊട്ടക്കണത്തിലെ തവളകളെ പോലെ കിടക്കുന്നേ? നിങ്ങളുടെ പടിവാതിക്കൽ വരെ അവന്റെ ആഴത്തിലുള്ള വേരിറങ്ങിക്കഴിഞ്ഞു. എന്നിട്ട് പോലും നിങ്ങൾക്ക് ആർക്കും ഇത് മനസ്സിലാക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഈ സോഷ്യൽ മീഡിയയെ അടക്കി വാഴാൻ സാത്താൻ വളരെ തന്ത്രപരമായിട്ട് അവന്റെ ആയുധങ്ങളെല്ലാം എടുത്തുകൊണ്ട് വരികയാണ്. ഈ ലോകത്ത് ഇവന്മാരുടെ പേടി സ്വപ്നം എന്ന് പറയുന്നത് ഇസ്രായേൽ മാത്രമാണ്. വേറെ ഒന്നിനെയും ഇവന്മാർക്ക് പേടിയില്ല. അപ്പോൾ ഒന്നുമില്ലെങ്കിലും ആ ഇസ്രായേലിനോട് പറ്റി നിൽക്കുമ്പോഴെങ്കിലും അതിന്റെ സ്വഭാവം നിങ്ങളൊന്ന് കാണിക്കണ്ടേ? മുന്നും പിന്നും തിരിഞ്ഞും നോക്കാതെ അവരിൽ ഒരുത്തനെ തൊട്ട് നോക്കട്ടെ. ഇസ്രായേലിനൊരുത്തനെ ഇസ്രായേൽ വെറുതെ വിടത്തില്ല. അവന്റെ അണ്ടകടാങ്ങളിൽ കയറി വരെ വെടിവെക്കും ഇസ്രായേൽ. അതാണ് ഇസ്രായേൽ എന്ന് പറയുന്നത്. ഇസ്രായേലില് അവരെ ഒരുത്തനെ തൊട്ടൊന്ന് നോക്കിയേ, അവന്റെ അണ്ടകടാങ്ങൾ വരെ ഇസ്രായേൽ എന്ത് ചെയ്യും? വെടിവെച്ച് വീഴ്ത്തും. അതാണ് ഇസ്രായേലിന്റെ പവർ എന്ന് പറയുന്നത്. അല്ലാതെ ഇസ്രായേൽ തങ്ങളുടെ ജനത്തെ തെറിവിളിക്കുകയും ആഭാസം പറയുകയും നിസ്സാരന്മാരായി കാണുകയും ഉപദ്രവിക്കുകയും ചെയ്തു പോകുന്നവന്മാരെ താലോലിച്ച് പറഞ്ഞു വിടുന്ന സ്വഭാവം പണ്ടേ ഇസ്രായേലിനില്ല. മനസ്സിലായോ? അവരിൽ ഒരെണ്ണത്തെ തൊട്ട വിവരം അറിയും. മക്കളി തീക്കളി സൂക്ഷിച്ചോന്നാ അവരിൽ ഒരെണ്ണത്തെ തൊട്ട. അതാണ് ഇസ്രായേലിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. അതുകൊണ്ട് അവരോട് പറ്റിയിരിക്കുമ്പോൾ കേവലം അവരുടെയെങ്കിലും ഒരു സ്വഭാവം നിങ്ങളൊന്ന് കാണിക്കേ. നിങ്ങളുടെ ഹീറോയിനെ കണ്ടെങ്കിലും ഒന്ന് പഠിക്കേ. ഇസ്രായേലിനെ നോണ്ടിയാൽ നോണ്ടുന്നവൻ വിവരം അറിയിച്ചു കൊടുക്കും ഇസ്രായേല്. അതാണ് പ്രിയ സഹോദരങ്ങളെ അതിന്റെ പ്രത്യേകത. അപ്പോൾ ആയുധം എങ്ങനെ ഉപയോഗിക്കണമെന്നും പരിശീലിക്കണമെന്നും ഇസ്രായേലിനെ നോക്കി വേണം നിങ്ങൾ പഠിക്കാനായിട്ട്. അല്ലാതെ തുലുക്കന്റെ സ്വഭാവത്തെ കണ്ട് നിങ്ങൾ ആരും പേടിച്ചു പോകണ്ട. അവൻ കുരയ്ക്കുന്ന പട്ടിയാ. സോഷ്യൽ മീഡിയയിൽ വന്ന് കുരയ്ക്കാൻ മാത്രമേ അറിയത്തുള്ളൂ. കുരയ്ക്കുന്ന പട്ടിക്ക് നല്ലതുപോലൊരു വടി എടുത്തിട്ട് അവന്റെ ചന്തിമൂട് പൊളിച്ചൊരെണ്ണം കൊടുത്തു കഴിഞ്ഞാൽ അവന് കരഞ്ഞ് പോകുന്നത് നിങ്ങൾക്ക് കാണാം. അതുകൊണ്ടാണ് എൻ്റെ പേജിൽ വന്ന് എന്തുവാ ആള് കളിക്കാൻ കയറി വരും. എന്നിട്ട് എന്നെ രണ്ട് പറയാൻ നോക്കും. ഞാൻ കൊടുക്കുന്ന കുണ്ടിക്കടിയോടുകൂടി കരഞ്ഞുകൊണ്ട് മോങ്ങിയിട്ട് ഇറങ്ങി ഓടുന്ന കണ്ടിട്ടില്ലേ ഇവന്മാർ ഇവിടെ വന്നിട്ട്? എൻ്റെ പ്രിയ സഹോദരങ്ങളെ, റീന ഒരു വിപ്ലവം സൃഷ്ടിക്കാൻ തന്നെ തീരുമാനിച്ചിരിക്കുക സോഷ്യൽ മീഡിയയിലൂടെ. ഞാൻ ഒരു വിപ്ലവം സൃഷ്ടിക്കാൻ തന്നെ അങ്ങ് തീരുമാനിച്ചിരിക്കുക. എൻ്റെ ദേഹത്ത് 10 ചെളിവാരി എറിഞ്ഞത് കൊണ്ടോ ഞാൻ 2 പറഞ്ഞത് കൊണ്ട് ഈ ഭയങ്കര നാട്ടിലുള്ള ഭയങ്കര സംസ്കാരമുള്ളവരോ ആ സഹോദര പേജ് കയറി ബുദ്ധിമുട്ടാ. പക്ഷെ ഉടുതുണിയില്ലാത്ത ഡാൻസൊക്കെ കണ്ട് ലൈക്ക് ഇടുന്നവരാ. ഉടുതുണിയില്ലാത്ത ഡാൻസൊക്കെ കണ്ട് ലൈക്ക് ഇട്ട് തള്ളുന്നവരാണ് പ്രതിരോധത്തിന് വേണ്ടി തിരിച്ചു പറയുന്ന എൻ്റെ വാക്കുകളെ കേട്ട് ചൂളിപ്പോകുന്നവര്. ഈ പറയുന്ന കൂതറകൾക്ക് വേണ്ടിയിട്ടുള്ളതല്ലല്ലോ എൻ്റെ പേജ്. എൻ്റെ പേജ് ആത്മാഭിമാനത്തോടുകൂടി ജീവിക്കണമെന്ന് ആഗ്രഹിക്കുകയും ആ ആത്മാഭിമാനം ചോദ്യം ചെയ്യപ്പെടുന്നുവെന്ന് കാണുമ്പോൾ അതിനെതിരെ പ്രതികരിക്കണമെന്ന് ആഗ്രഹിക്കുകയും ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് എൻ്റെ പേജ്.
അല്ലാതെ ആത്മാഭിമാനത്തെ കൊണ്ടുപോയി വല്ല തുലുക്കനും അടിയറവ് വെച്ച് പണിയറവ് വെച്ചിട്ട് അവന്റെ തോന്നിവാസങ്ങളെ തല കുനിച്ചിരുന്ന് കേൾക്കത്തക്കവണ്ണം ആത്മാഭിമാനം വിറ്റുകളഞ്ഞ കൂതറകളായ ക്രിസ്ത്യാനികൾക്കും ഹിന്ദുക്കൾക്കും വേണ്ടിയിട്ടുള്ളതല്ല എൻ്റെ പേജ്. നിങ്ങൾക്ക് മനസ്സിലായോ? എൻ്റെ പേജ് എന്ന് പറയുന്നത് ആത്മാഭിമാനത്തെ മുറുകെ പിടിക്കുന്ന, ആത്മാഭിമാനത്തിന് ആരുടെ മുമ്പിലും അടിയറവ് വയ്ക്കാൻ ഞാൻ തയ്യാറല്ല എന്ന് പറഞ്ഞുകൊണ്ട് സ്വയം പ്രഖ്യാപിക്കുന്ന ഓരോരുത്തർക്കും വേണ്ടിയിട്ടുള്ളതാണ് എൻ്റെ പേജ്. അപ്പം ഇതൊരു പാഠമാകണം. പറഞ്ഞ മനസ്സിലായോ? അപ്പം എൻ്റെ പ്രിയ സഹോദരങ്ങളെ, ഇവിടെ ദൈവത്തിൻ്റെ കൃപയാൽ സേഫാണ്. ഇവിടെ ഒരു പ്രശ്നവുമില്ല. ഇവിടെ ഒരു അന്തരീക്ഷവും, രൂക്ഷമായ അന്തരീക്ഷവും ഒരു യുദ്ധ അന്തരീക്ഷവും ഒന്നും തന്നെ ഇവിടെ ഇല്ല. ഇതൊരു യുദ്ധഭൂമിയാണെന്ന് ഒരു മനുഷ്യരും പറയത്തുമില്ല. ഇവിടുത്തെ ജീവിതം കണ്ടു കഴിഞ്ഞാൽ ഇവിടെയുള്ള സകല മനുഷ്യരും സമാധാനത്തോടെ അവരുടെ കാര്യങ്ങൾ നോക്കുന്നു. കാരണം ഇസ്രായേലിലെ ജനത്തിനൊരു കാര്യം നല്ലതുപോലെ അറിയാം. അവരുടെ ദൈവമാണ് അവരുടെ പരിച. അവരുടെ ദൈവം അവർക്ക് കൊടുത്തിരിക്കുന്ന ബുദ്ധിയും ജ്ഞാനവും കഴിവും സമ്പത്തും അവർക്ക് കൊടുത്തിരിക്കുന്ന നന്മകളും എല്ലാം ദൈവം അവർക്ക് കൊടുത്തിരിക്കുന്ന അവരുടെ സുരക്ഷിതത്തിന് വേണ്ടിയിട്ടാണ്. അത് നന്നായി ഇസ്രായേൽ നല്ല വൃത്തിയാണ് എന്ത് ചെയ്യുന്നുണ്ട്. പിന്നെ ശരിയാ, നമ്മുടെ നാട്ടില് നമ്മുടെ ഒരു മുഖ്യൻ എന്ന് പറയുന്ന ഒരു മുക്കിത്തൂർന്നവൻ ഒരുത്തനുണ്ടല്ലോ. പിണുങ്ങാണ്ടി വിജയൻ എന്ന് പറയുന്ന മുഖ്യൻ എന്ന് പറയുന്ന ഒരുത്തൻ മുക്കിത്തൂർന്നവൻ. 4 വോട്ടിന് വേണ്ടിയിട്ട് ഒരു ഉളുപ്പുമില്ലാതെ 2 കൈയും കൊണ്ട് എന്ത് ചെയ്യും, തുലുക്കന്മാരുടെ കൊതത്തിൽ തീട്ടം വരെ എടുത്തോളും അവൻ. മുഹമ്മദ് റിയാസ് കുനിഞ്ഞിരുന്ന് തൂർന്നത് എന്തുവാ, വായി തുറന്ന് വായി പിളർന്ന് വരെ എന്ത് ചെയ്യും, പിണുങ്ങാണ്ടി വിജയൻ ഇരുന്നങ്ങ് തിന്നോളും. അത്രയ്ക്കും ഉളുപ്പ് കെട്ടവനാണ് ഇസ്രായേൽ എന്ന് പറയുന്ന രാഷ്ട്രത്തെക്കുറിച്ച് തെമ്മാടി രാഷ്ട്രം എന്നൊരു വിളിപ്പേര് വിളിച്ചത്. പണ്ട് തൊട്ടേ തെമ്മാടിയായിട്ടും കൂട്ടിക്കൊടുപ്പുകാരനായിട്ടും ജീവിച്ച, സ്വന്തം മോളെ കൂട്ടിക്കൊടുത്ത് ജീവിച്ചവനാണല്ലോ പൈസയ്ക്ക് വേണ്ടിയിട്ട്. സ്വന്തം മോളെ കൊണ്ടുപോയി തുലുക്കന് കൊതം കൊടുക്കാൻ പരിശീലിപ്പിച്ചവന്റെ വായിൽ നിന്നും പ്രത്യേകിച്ചൊന്നും കേൾക്കേണ്ട കാര്യം വരുന്നില്ല. മനസ്സിലായോ? സ്വന്തം മോളെ കൊതം കൊടുക്കാൻ പരിശീലിപ്പിച്ച തന്തയല്ലേ. അപ്പൊ അത്രയ്ക്കും തെമ്മാടിയായിട്ടിരിക്കുന്ന ഒരുത്തന്റെ വായിൽ നിന്നും പിന്നെ ആ വാക്കല്ലാണ്ട് പിന്നെ എന്തു വാക്കാ വരുന്നത്? അവൻ എന്തുകൊണ്ടാന്നറിയാമോ? എന്തുവാ ഇസ്രായേലിനെ നോക്കി തെമ്മാടി രാഷ്ട്രം എന്ന് പറയാൻ തോന്നിയത്? സ്വന്തം മോളെ കൊണ്ട് ജൂതന് കൂട്ടിക്കൊടുക്കാന്ന് പറഞ്ഞ് നോക്കിയതാ. പക്ഷെ ജൂതന്മാർക്ക് ഇങ്ങനെ കണ്ട പെണ്ണുങ്ങളുടെ കൊതം ആവശ്യമില്ലാത്തത് കൊണ്ട്, പ്രത്യേകിച്ച് കൊതഭോഗം ജൂതന്മാർക്ക് ഇല്ലാത്തത് കൊണ്ടും, കൊതഭോഗം മുഴുവന് ആർക്കുള്ളതാ? നമ്മുടെ തുലുക്കന്റെ ആൾക്കാർക്ക് മാത്രം പറഞ്ഞിട്ടുള്ള സാധനമാണ് കൊതഭോഗം. മനസ്സിലായോ? ജൂതന്മാർക്ക് ആ സംഭവം പറഞ്ഞിട്ടില്ല. അപ്പൊ മോളുടെ കൊതം കൊണ്ടുപോയി വീണാ വിജയന്റെ കൊതം കൊണ്ടുപോയിട്ട് യഹൂദന് കൊടുക്കാൻ വേണ്ടി നോക്കിയതാ. യഹൂദൻ പറഞ്ഞു, നിന്റെ മോളുടെ കൊതം പൊളിക്കാനായിട്ട് പറ്റിയത് തുലുക്കന്മാരെ പറ്റത്തുള്ളൂ. അതുകൊണ്ട് മൊറിയണ്ടികൾക്ക് കൊണ്ടുപോയി നിന്റെ മോളുടെ കൊതം കൊണ്ട് കൊടുത്താൽ മതി, ഇങ്ങോട്ട് വരണ്ട എന്ന് യഹൂദന്മാർ പറഞ്ഞു. ആ ഒരു വിഷമമാ പ്രിയ സഹോദരങ്ങളെ പിണുങ്ങാണ്ടി വിജയന് ഇസ്രായേൽ എന്ന് പറയുന്ന രാഷ്ട്രത്തോടുള്ള ഈ വൈരാഗ്യത്തിന്റെ പിന്നിലെ കാരണം വേറെ ഒന്നുമല്ല. അപ്പം അതിന്റെ ഒരു ചൊരിപ്പ് അങ്ങ് തീർക്കുക എന്ന് മാത്രമേ ഉള്ളൂ. പത്തരമാറ്റായ തങ്കമാണ് ഇസ്രായേൽ എന്ന് പറയുന്നത്. ഇസ്രായേലിന്റെ അണ്ടിക്ക് പോലും ഉണ്ട് ഡിമാൻഡ് എന്നുള്ളതാ അതിന്റെ രസം. അത് ഈ തുലുക്കന്മാർക്ക് മനസ്സിലാകുന്നില്ലല്ലോ എന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തിലെ യഹൂദന്മാരുടെ അണ്ടിക്ക് പോലും ഇവിടെ ഡിമാൻഡാ. കാരണം റെയറായിട്ട് കിട്ടുന്ന സാധനമാണ്. അത് കിട്ടണമെങ്കിൽ പോലും കോടികളോ ഈ ലോകത്തിൽ എന്ത് കൊടുത്താലും കിട്ടാത്ത ഒരു സംഭവമാണ് അത്. ഇനി എന്തെല്ലാം കൊടുത്താലും അത് കിട്ടുക എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള സാധനമാണ്. അപ്പം അത് വാങ്ങിക്കാൻ ചെന്ന് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ മുറിയണ്ടി മക്കൾക്കാണെങ്കിൽ ചുമ്മാതെ കിടക്കുക മുറിയണ്ടികളെല്ലാം. അത് ഡിമാൻഡില്ലാതെ 5 കാശിന് വിലയില്ലാതെ കിടക്കുക, ആർക്ക് വേണമെങ്കിലും എടുത്തോണ്ട് പോകാം. ആ രീതിക്ക് അവിടെ ലേലം ഇട്ട് വിളിക്കുക. പക്ഷെ അതല്ലല്ലോ യഹൂദൻ.
ഷഹാസ് പണ്ണൂറ്, പിണറായി വിജയൻ തരുന്ന പെൻഷൻ കൊണ്ടാ നിന്റെ അച്ഛനും അമ്മയും മരുന്ന് മേടിക്കട. വിവരം കേട്ടവനെ, എന്റെ അച്ഛനും അമ്മയ്ക്കും മരുന്ന് മേടിക്കാനുള്ള ഗതികേട് ഇതുവരെയും വന്നിട്ടില്ല, അതാ സത്യം. പിന്നെ പിണറായി വിജയൻ എന്താ അവന്റെ പോക്കറ്റിൽ നിന്ന് എടുത്തിട്ടാണോ കാശ് കൊടുക്കുന്നേ? എടാ വിവരം കേട്ടവനെ ഷഹാസേ, ഷഹാസേ പന്നൂറേ, പിണറായി വിജയൻ അവന്റെ പോക്കറ്റിൽ നിന്ന് എടുത്ത കാശ് വെച്ചിട്ടാണോ നാട്ടുകാർക്ക് പെൻഷൻ കൊടുക്കുന്നേ? എടാ മന്ദബുദ്ധികളെ, ഇങ്ങനെയൊക്കെ മന്ദബുദ്ധികളാകാൻ കൊള്ളാവോടാ നിങ്ങൾക്കൊക്കെ? പിണറായി വിജയനെ ജീവിക്കുന്നത് കേരളത്തിലെ നാട്ടുകാരുടെ കാശ് കൊണ്ടാ. അതുകൊണ്ട് യഹൂദന്റെ അണ്ടിയുടെ കാര്യവും പറഞ്ഞിട്ട് റീനയ്ക്ക് കമന്റ് വന്നിടുന്നവന്മാരുണ്ടല്ലോ, എന്തുവാ യഹൂദന്റെ അണ്ടി തിരക്കി പോയെന്നും അത് തിരക്കി പോയെന്നും ഇത് തിരക്കി. എടാ അതിന്റെ ഡിമാൻഡ് അറിയാത്തവന്മാരെ, വിവരം കെട്ടവന്മാരെ, എടാ ഈ ലോകത്തെ കോടികൾ 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 നീയൊക്കെ എണ്ണിക്കൊടുത്താൽ പോലും യഹൂദന്റെ അണ്ടിക്ക് നിങ്ങളുടെ ഉമ്മാക്കോ ഭാര്യമാർക്കോ ആർക്കും പോയാലും കിട്ടത്തില്ല. അത് റെയർ പീസാ, റെയർ പീസ്. മനസ്സിലായോ? അതിനെ വെച്ച് ഇങ്ങനെ സംസാരിക്കാനായിട്ട് അതാ പറയുന്ന, നിങ്ങൾ യഹൂദന്റെ തീട്ടം വരെ എന്ത് ചെയ്യും, അതിന്റെ പുടുക്ക് വരെ എടുത്തോണ്ട് പോയിട്ട് അതിന്റെ ഫോട്ടോസ്റ്റാറ്റിൽ തൂറാൻ നോക്കുന്ന ആൾക്കാരാ. മനസ്സിലായോ? നിങ്ങൾക്ക് യഹൂദനെ വിട്ടുപിടിയടാ, വിവരം വിട്ടവന്മാരെ, യഹൂദനെ വിട്ടുപിടി. എടാ തനി തങ്കമാടാ, തനി തങ്കം, പത്തരമാറ്റ് തങ്കം. ലോകത്ത് അരിച്ചാൽ പോലും കേട്ടാ, തരിച്ചു പറക്കിയാൽ പോലും നീയൊക്കെ എത്ര കോടി തപസിരുന്നാലും കിട്ടാത്ത ഒരു സംഭവമാണ് യഹൂദൻ എന്ന് പറയുന്നത്. അവന്റെ പേര് വായിലെടുക്കാനുള്ള ഏതെങ്കിലും യോഗ്യത നിനക്കൊക്കെ ഉണ്ടോ? യഹൂദൻ എന്നുള്ള ഒരു പേര് പറയാനുള്ളൊരു യോഗ്യത ഉണ്ടോ നിനക്കൊക്കെ? പിണങ്ങാണ്ടി വിജയനുണ്ടോ ആ ഒരു യോഗ്യത? യഹൂദൻ എന്ന് പേര് പറയണമെങ്കിൽ പോലും അതിനു പോലും ആ വായിക്കൊരു യോഗ്യത വേണമെന്ന് അതിനർത്ഥം. കോടാനുകോടി, എടാ 700 കോടിയും 800 കോടിയും ലോകത്തിലെ ജനതയുണ്ടെങ്കിലും 1 കോടിക്കകത്ത് ഒതുങ്ങി. അതാ പറയുന്നത്, ഈ റെയർ പീസ് എന്ന് പറയത്തില്ലേ, ഏറ്റവും പ്രഷ്യസ് ആയതാ റെയറായിട്ട് കിടക്കുന്ന പീസുകൾ എന്ന് പറയുന്നത്. ഏറ്റവും പ്രഷ്യസാ ലോകത്ത്. അത് വാങ്ങിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറെ പാടുപെടണം. അപ്പൊ നിങ്ങള് എന്നെ യഹൂദന്മാരുമായിട്ട് ചേർത്ത് വെച്ച് സംസാരിക്കുമ്പം ഞാൻ എത്ര പ്രഷ്യസ് ആണെന്ന് നിങ്ങൾ പറയുന്നു എന്നാ അതിന്റെ അർത്ഥം. പിടികിട്ടിയോ? ലോകത്തിലെ കിട്ടാതെ അലയുന്ന പെണ്ണുങ്ങളുടെ അളവിനൊത്ത് ഞാൻ ഏറ്റവും പ്രഷ്യസ് ആയിട്ടിരിക്കുന്നു എന്ന് നിങ്ങൾ പറയുന്നത് കൊണ്ടാണ്. നിങ്ങൾ തുലിക്കന്റെ വില പേരും വെച്ച് പറഞ്ഞു നോക്കിയേ, അപ്പൊ എനിക്ക് കൊണ്ട് കയറും. കാരണം മുറിയണ്ടികൾക്ക് മായിട്ട് എന്നെ താരതമ്യപ്പെടുത്തരുത്. നിങ്ങൾ യഹൂദന്റെ അണ്ടിയുമായിട്ട് ചേർത്ത് വെച്ച് എന്നെ താരതമ്യപ്പെടുത്തി സംസാരിക്കുകയോ എന്ത് വേണമെങ്കിലും ചെയ്തോ, ഞാൻ സന്തോഷത്തോടെ കേട്ട് ചിരിച്ചോണ്ടിരിക്കും. കാരണം അതൊക്കെ റെയർ പീസ്. അങ്ങനെയെങ്കിലും പറഞ്ഞ് നിങ്ങൾ ആശ്വസിക്കുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് പറഞ്ഞ മനസ്സിലായോടാ വിവരം കെട്ടവന്മാരെ? മനസ്സിലായോ? അതുകൊണ്ട് യഹൂദനെ വിട്ടുപിടിക്കേ. ഇത് കുറെ കാലം കൊണ്ടേ നിങ്ങൾക്ക് തുടങ്ങിയ സൂക്കേടാ. കൊതമത് തൂറാൻ എഴുതിയ കാലം തൊട്ടേ യഹൂദന്മാരെ കാണുമ്പോൾ ഉള്ള ചൊറിച്ചിലാ. പിന്നെന്തുവാ, യഹൂദന്മാരോട് തൂറാൻ എഴുതിയ കാലം തൊട്ടേ യഹൂദന്മാരെ കാണുമ്പോൾ ഉള്ള ചൊറിച്ചതാ. കാരണം അവര് വിശിഷ്ട ജാതിയാ, പ്രത്യേക ജാതിയാ. സുഹൈൽ ബിൻ ഖാദർ, ഇവിടെ വരണം, ചിരിക്കണം, പോണം. അത് ശരിയാ. തള്ളാഹുൻ കൊതമത് മേറി കയറുമ്പം ചിരിക്കാനും ഒരു സുഖമല്ലേ? അത് സത്യം. ഞാൻ എന്റെ ലൈവ് പലപ്പോഴും ഇരുന്ന് കണ്ട് ഞാൻ ചിരിച്ചിട്ടുണ്ട്. സുഹൈൽ ബിൻ ഖാദറെ എന്റെ ലൈവുകൾ ഞാൻ പിന്നീട് ഇരുന്ന് കണ്ട് തള്ളാഹും കൊതമതും ഏറി കയറുന്ന ആ മനോഹരമായ കാഴ്ച കണ്ട് ഞാൻ ചിരിച്ച് ഞാൻ ഒരു വഴിയാകാറുണ്ട്. കഴിഞ്ഞ ദിവസം തന്നെ ഞാനൊരു ലൈവ് ഇട്ടത് എത്ര പ്രാവശ്യമാണ് ഞാൻ രണ്ടാമതിരുന്ന്. എനിക്ക് കോമഡി ചാനലുകൾ പ്രത്യേകിച്ച് വേറെ ഇരുന്ന് കാണാനായിട്ട് ആവശ്യം വരത്തില്ല. നീയൊക്കെ ലൈവിൽ വന്നിരുന്ന് കമന്റിന് ഞാൻ തരുന്ന മറുപടിയും നീയൊക്കെ വന്നിരുന്ന് ഇടുന്ന കമന്റും ഒക്കെ കണ്ടു കഴിഞ്ഞാൽ അത് തന്നെ രാത്രി ഫുള്ള് ഇരുന്ന് റിവൈൻഡ് അടിച്ചിരുന്ന് കേട്ട് ചിരിച്ചിരിച്ചിരിച്ചിരിച്ച് എന്ത് ചെയ്യാം, മണ്ണ് തപ്പാം. അപ്പം അത് വളരെ സന്തോഷമാണ്. നിങ്ങൾ വന്ന് ഇടയ്ക്കിടയ്ക്ക് ഏറി കയറുന്നത് ആരോഗ്യത്തിന് ഞങ്ങൾക്കും ഒരു ഗുണം ചെയ്യും. ചിരിക്കാൻ ഞങ്ങൾക്കും ഒരു മനസ്സിലായോ? അപ്പം എൻ്റെ അടുത്ത് നിന്ന് അടി മേടിക്കണം,
എന്ന് മനസാവാച വരുന്നവന്മാര് വരിക, വഴിപാടർപ്പിക്കുക തള്ളാഹുവിനും കൊതമതിനും. അതുകൂടെ തള്ളാഹുവും കൊതമതും ഏറി കയറുന്നതോടുകൂടി നിങ്ങൾ മാറിയിരുന്ന് ചിരിക്കുക, സന്തോഷിക്കുക. എനിക്കറിയാം നിങ്ങൾക്ക് പറയാൻ പറ്റത്തില്ല. തള്ളാഹുവിനെ 2 തെറി വിളിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറ്റത്തില്ല, നിങ്ങളുടെ കഴുത്തിറക്കുമെന്നറിയാം. അതുകൊണ്ടാണ് നിങ്ങൾ എന്ത് ചെയ്യുന്നത്, എൻ്റെ അടുത്ത് കൊണ്ടുവന്ന് ഏൽപ്പിച്ചു തരുന്നത് ആ ജോലി. റീന ഒന്ന് ചെയ്യൂ റീന, അവൻ അങ്ങനെ കിട്ടുന്നതെങ്കിലും കണ്ട് നമുക്ക് ആശ്വസിച്ച് മാറിയിരുന്ന് ചിരിക്കാൻ ഒരു വകയ്ക്ക് വേണ്ടിയിട്ടല്ലേ നിങ്ങൾ വരുന്നത്. മനസ്സിലാകുന്നുണ്ട് മക്കളെ, നിങ്ങളുടെ മാനസിക വിഷമങ്ങളെല്ലാം എനിക്ക് നന്നായി മനസ്സിലാകുന്നുണ്ട്. അത് മനസ്സിലാക്കിയിട്ടാണ് ഞാൻ ഇവിടെ കുറച്ചിരിക്കട്ടെ, നിങ്ങളെ ഒന്ന് സഹായിക്കാമെന്ന് ഞാനും കരുതിയത്. മനസ്സിലായോ? അതുകൊണ്ട് പണ്ട് തൊട്ടേ യഹൂദന്മാർ എന്ന് പറയുമ്പം യുവമാർക്ക് കുറച്ച് ഇളക്കപ്പെരുപ്പുവാ. മനസ്സിലായോ? പണ്ട് കൊതമതിനോട് പോയിട്ട് സഹാബിമാരെല്ലാം ചോദിച്ചൊരു ചോദ്യമുണ്ട്. എന്താണെന്നറിയാമോ? കൊതമതേ പിന്നെ യഹൂദന്മാരൊക്കെ പറയുന്നു കൊതഭോഗം നടത്താൻ പാടില്ല എന്ന് പറയുന്നു. കൊതഭോഗം നടത്തിയാൽ മക്കൾക്ക് കോങ്കണ്ണ് വരുമെന്ന് യഹൂദന്മാർ പറയുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് പോയി ചോദിച്ചപ്പം തള്ളാഹുവിന്റെ മോൻ അടിമ കൊതമത് എന്താ പറഞ്ഞു കൊടുത്തതെന്നറിയാമോ? യഹൂദന്മാർ കള്ളന്മാരാണ്, നിങ്ങൾക്ക് കൊതഭോഗമോ വേറെ എന്ത് ഭോഗം വേണമെങ്കിലും ചെയ്തോ, പക്ഷെ കാര്യമായിട്ട് വെളിച്ചെണ്ണയോ പെട്രോളോ മണ്ണെണ്ണയോ ഒക്കെ എടുത്തോണ്ട് വേണം പോകാനെന്ന് മാത്രം പഠിപ്പിച്ചു വിട്ട മാനവരിൽ മഹാനായ കാമഭ്രാന്തൻ. ഒന്ന് ആലോചിച്ച് നോക്കിയേ. യഹൂദന്മാര് നല്ല ബുദ്ധി പറഞ്ഞു കൊടുത്തു, എടാ പെണ്ണുങ്ങളുടെ അടുത്ത് പോയാൽ ഇങ്ങനെ നിങ്ങൾ ചെയ്യരുത്, കൊതഭോഗം ഒന്നും നടത്തരുത്. പ്രകൃതിക്ക് അനുയോജ്യമായ രീതിയിൽ ദൈവം ഒരു സൃഷ്ടിച്ചിട്ടുണ്ട്. ഒരു സ്ത്രീയും ഒരു പുരുഷനും എന്ന് പറയുന്നത്, അവരുടെ ജനനേന്ദ്രിയങ്ങൾ എന്ന് പറയുന്നത് മക്കളെ ജനിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. അതിലൂടെ നിങ്ങൾക്ക് കിട്ടുന്ന സന്തോഷവും സംതൃപ്തിയും മാത്രം ആനന്ദിക്കുക. നേരായ വണ്ണം അവരെ ബഹുമാനത്തോടുകൂടി സ്ത്രീകളെ കണ്ട് അവരെ ബഹുമാനത്തോടുകൂടി ഉപയോഗിക്കുക എന്ന് പറഞ്ഞിട്ട് നല്ല രീതിയിൽ ഉപദേശിച്ചു കൊടുത്തു യഹൂദന്മാര്. അവരുടെ സ്ത്രീകളെ ഇപ്പോഴും ബഹുമാനത്തോടു കൂടിയാ കാണുന്നത്. അതുകൊണ്ട് അവര് അങ്ങനെയൊന്നും പെണ്ണുങ്ങളോട് പെരുമാറാറില്ല. അതുകൊണ്ട് അന്നത്തെ കാലത്ത് അവര് പറഞ്ഞു കൊടുത്തു, ഈ കഴുതകളോട് പറഞ്ഞു കൊടുത്തു, എടാ അങ്ങനെ ചെയ്താൽ നിനക്ക് കോങ്കണ്ണ് വരെ വരുമെന്ന് പറഞ്ഞു കൊടുത്തപ്പം യഹൂദന്മാര് പറഞ്ഞു കോങ്കണ്ണ് വരുമെന്ന് പറഞ്ഞു കൊതഭോഗം നടത്തിയാൽ. എന്നാ പിന്നെ എന്ത് ചെയ്യാം? പോയി നമുക്കൊരു കുത്തുനബി ഉണ്ടല്ലോ, കൊതമത് നബി. ആ കൊതമത് നബിയോട് പോയി ചോദിക്കാം, അപ്പൊ പറഞ്ഞു തരും കാര്യം എന്ന് പറഞ്ഞ് അങ്ങനെ കൊതമത് നബിയോട് പോയി ചോദിച്ചതാ. ചോദിച്ചപ്പോഴത്തേക്കും എന്തുവാ സംഭവിച്ചേ? കൊതമത് നബിയാ പറഞ്ഞത്, ഡോണ്ടിയാ മൂക്കിനകത്ത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവന്മാരുണ്ടല്ലോ, ഈ ഈ ചെവിക്കകത്തുള്ള ദ്വാരം ഇച്ചിരി വലുതായിരുന്നെങ്കിൽ ഈ മൂക്കിലെ ദ്വാരവും ഇച്ചിരി കൂടി വരുന്നായിരുന്നെങ്കിൽ ഈ കാണുന്ന ഈ മൂക്കിനകത്തും വെളിച്ചെണ്ണ കയറ്റി വെളിച്ചെണ്ണ പ്രയോഗം നടത്തി തന്നെയായിരുന്നു. അതാണ് കൊതമതിന്റെ മക്കളുടെ സ്വഭാവം എന്ന് പറയുന്നത്. മനസ്സിലായോ? എവിടെയെല്ലാം തുളയുണ്ടെന്ന് തിരക്കി ആ തുളകളിലൂടെ എല്ലാം കാര്യം നടത്തി ആ കാമഭ്രാന്ത് തീർക്കാൻ വേണ്ടി നടക്കുന്ന മാനവരിൽ മഹാനായ കാമഭ്രാന്തന്റെ അനുയായികളെ അവർക്ക് കൃഷിയുടെ പെണ്ണ് നല്ല കാലം ഈ തുളയൊന്ന് വലുതാകാതിരുന്നത്, ഈ 2 തുളകളും വലുതാകാതെ പോയത് മഹാഭാഗ്യം. പറയാൻ പറ്റത്തില്ല, ഈ ചെവിക്കകത്ത് കമ്മലിടുന്ന തുളയുമാരെന്ത് ചെയ്തേനെ ഓട്ടയിട്ട് വലുതാക്കിയിട്ട് അതിനകത്തും നടത്താനായിട്ട് എന്ത് ചെയ്തേനെ പ്ലാൻ ചെയ്തേനെയായിരുന്നു. എന്തുവാ മാനവരിൽ മഹാനായ കാമഭ്രാന്തന് ഈ തുളകള് കണ്ടില്ല. ഇതൊന്ന് വലുതായി കിട്ടിയിരുന്നെങ്കിൽ അതിനകത്തെങ്കിലും ഇവന്മാര് പണി വെപ്പിച്ചേന്. അപ്പൊ മാനവരിൽ മഹാനായ കാമഭ്രാന്തൻ എന്താ പറഞ്ഞു കൊടുത്തത്? യഹൂദന്മാർ കള്ളം പറയുന്നു, നിങ്ങൾക്ക് കോങ്കണ്ണും ഉണ്ടാകത്തില്ല, ഒരു മണ്ണാങ്കട്ട കണ്ണും ഉണ്ടാകത്തില്ല നിങ്ങൾക്ക്. നിങ്ങൾ പോയി എന്ത് ചെയ്യുക, കാണുന്ന ഇടമെല്ലാം സ്ത്രീകൾ കൃഷിയിടമാണ്, അവിടെ ഉഴുതുക മറിക്കുക, എവിടെ വേണമെങ്കിലും എന്ത് വേണമെങ്കിലും ചെയ്തു കൊള്ളുക എന്ന് എന്ത് ചെയ്യുക, ഇത് കൊടുത്തിരിക്കുക. എന്തുവാ അംഗീകാരം കൊടുത്ത് പറഞ്ഞു വിടുക മാനവരിൽ മഹാനായ കാമഭ്രാന്തൻ. ഇതാണ് നമ്മുടെ കുത്തുനബിയുടെ മഹത്തായ കാര്യം. ഒന്ന് ആലോചിച്ച് നോക്ക് പ്രിയ സഹോദരങ്ങളെ. നമ്മുടെ കുത്തുനബി പഠിപ്പിച്ചു കൊടുത്തിരിക്കുന്ന പാഠങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായ പാഠങ്ങളിൽ ഒരു പാഠമാണ് ഈ പാഠം എന്ന് പറയുന്നത്. ആ യഹൂദന്മാര് എത്ര മാന്യന്മാരെ പോലെയാ നിങ്ങൾക്ക് നല്ല കാര്യങ്ങൾ പറഞ്ഞു തരാൻ ശ്രമിച്ചത്. അന്ന് നിങ്ങൾ ആ യഹൂദന്മാരുടെ വാക്കുകൾ കേട്ടിരുന്നെങ്കിൽ നിങ്ങളുടെ ഭാര്യമാരുടെ കൊതം ഇങ്ങനെ പൊളിഞ്ഞു പോകുമായിരുന്നോ?
നിങ്ങളുടെ ഉമ്മമാരുടെ കൊതം ഇങ്ങനെ പൊളിഞ്ഞു പോകുമായിരുന്നോ? എന്തിന്? നിങ്ങളിലുള്ള ആണുങ്ങളിൽ തന്നെ ഉള്ളവരുടെ കൊതം ഇങ്ങനെ പൊളിഞ്ഞു പോകുമായിരുന്നോ? അപ്പൊ നിങ്ങള് യഹൂദൻ പറഞ്ഞാൽ കേൾക്കത്തില്ല. എന്നാ യഹൂദനെ കോപ്പി അടിച്ചു വേണം. അവന്റെ തീട്ടം വരെ ഫോട്ടോസ്റ്റാറ്റ് എടുത്തിട്ട് അതുപോലെ തൂറാൻ വേണ്ടി ശ്രമിക്കുന്നവന്മാരാ ഈ കോപ്പിയടി വർഗം. ഒന്ന് ആലോചിച്ച് നോക്കിയ പ്രിയ സഹോദരങ്ങളെ, കോപ്പി അടിച്ച് ഏത് അറ്റം വരെ കോപ്പി അടിച്ച് പോയെന്ന് നോക്കിക്കോണം. യഹൂദനെ കോപ്പി അടിക്കാത്ത എന്തെങ്കിലും യുവന്മാരുടെ കയ്യിൽ ബാക്കിയുണ്ടോ? യഹൂദനെ കോപ്പി അടിക്കാത്ത എന്തെങ്കിലും ബാക്കി യുവന്മാരുടെ കയ്യിലുണ്ടോ? യഹൂദൻ തൂർന്ന തീട്ടം വരെ ഫോട്ടോസ്റ്റാറ്റ് എടുത്തിട്ട് അതുപോലെ തൂറിയാലേ യുവന്മാർക്ക് തീട്ടം വരെ പോകത്തുള്ളൂ എന്ന് പറഞ്ഞ് ജീവിച്ച് കോപ്പി അടിച്ച് നടക്കുന്നവന്മാരാ. സ്വന്തമായിട്ട് എന്തെങ്കിലും ഉണ്ടോ കയ്യില്? ഒന്നുമില്ല. എല്ലാം ഡ്യൂപ്ലിക്കേറ്റാ. ചൈന പ്രോഡക്റ്റ് ഇറക്കുന്നത് പോലെയാ. ഏതെങ്കിലും ഒരു അറിയപ്പെടുന്ന ഒരു കമ്പനി പ്രഷ്യസ് ആയിട്ട് ഒരു സാധനം ഇറക്കിയാൽ ചൈന അതിന്റെ ഡ്യൂപ്ലിക്കേറ്റ് ഇറക്കി എന്ത് ചെയ്യും? അങ്ങ് വിതറി അങ്ങ് വിൽക്കുക ചെയ്യുന്നത്, അതിന്റെ ഡിമാൻഡ് കളയാൻ വേണ്ടി. പക്ഷെ അതിന് 6 മാസത്തെ വാല്യൂവേ ഉള്ളൂ എന്നുള്ളതാണ് വാസ്തവമായി. ഒറിജിനൽ കമ്പനിക്കാരുണ്ടാക്കുന്ന സാധനങ്ങൾ 6 വർഷമായാലും അവിടെ കിടക്കും. ചൈന 6 മാസം കൊണ്ട് തീർക്കത്തക്കവണ്ണം അങ്ങ് വാരി അങ്ങ് വിതറി തൂറി എറിയുക എന്ന് പറയത്തില്ല, അത് കണക്ക് കൊതമത് തൂറി എറിഞ്ഞങ്ങ് ഉണ്ടാക്കിയിരിക്കുക കുറെ എണ്ണങ്ങളെ. അതുകൊണ്ട് യഹൂദന്മാര് എണ്ണത്തിൽ ചുരുക്കമാണ്, എണ്ണത്തിൽ തുച്ഛമാണ്, പക്ഷെ പ്രഷ്യസ് ആടാ, പ്രഷ്യസ്, മാണിക്യം. അതുകൊണ്ട് ദയവ് ചെയ്ത് കൊതമതിന്റെ കൂട്ടങ്ങളെ, നിങ്ങൾ വന്ന് ജൂതന്റെ അണ്ടി എടുക്കുന്നവള്, ജൂതന്റെ പോകം നടത്തുന്നവള് എന്നൊന്ന് കൊതപോകവുമായിട്ട് ജൂതനെ നിങ്ങൾ കമ്പയർ ചെയ്യരുത്. കാരണം നിങ്ങളുടെ തുലുക്കന്റെ പുസ്തകത്തിൽ, നിങ്ങളുടെ തൂറാന്റെ പുസ്തകത്തിൽ തന്നെ ജൂതന്മാർ അതിന് എതിരാണെന്നും നിങ്ങളുടെ തള്ളാകുവാണ്, നിങ്ങളുടെ കൊതമതാണ് അതിന് നിങ്ങളെ പഠിപ്പിച്ചു വിട്ടതെന്നും അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ജൂതനെ നിങ്ങൾ കൊതമായിട്ട് ബന്ധപ്പെടുത്തി സംസാരിക്കരുത്. അത് നിങ്ങൾ ചെയ്ത നിങ്ങളുടെ പുസ്തകത്തിന് തന്നെ അപമാനം ഉണ്ടാക്കുന്നതിന് സമമാണ്. നിങ്ങളുടെ കൊതമത് പഠിപ്പിക്കുന്നതിന് തന്നെ അപമാനം ഉണ്ടാക്കുന്ന സമമാണ് നിങ്ങൾ ജൂതന്റെ കൊതഭോഗവുമായിട്ട് ബന്ധപ്പെട്ട് സംസാരിക്കുന്നത്. പിന്നെ അല്ലാത്തുള്ള രീതിയിൽ പൂവും കായും വെച്ച് അണ്ടിയുടെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടെങ്കിൽ അതിനും വേണോടാ ഒരു ഗുണം. ഒന്നുമില്ലെങ്കിൽ നിങ്ങൾ സംസാരിക്കുമ്പോൾ ജൂതനോട് ചേർത്ത് വെച്ചാണല്ലോ സംസാരിക്കുന്നത്. ഒന്ന് ആശ്വസിക്കെങ്കിലും ചെയ്യാം അങ്ങനെയെങ്കിലും ഇരുന്ന്. നിങ്ങൾ ചേർത്ത് വെച്ച് സംസാരിക്കുമ്പോഴും ഒന്നുമില്ലെങ്കിലും ജൂതന്റെ കൂടെയാണല്ലോ ചേർത്ത് വെച്ച് സംസാരിക്കുന്നത്. തുലുക്കന്റെ കൂടെ അല്ലല്ലോ. രക്ഷപ്പെട്ട് അതിനും വേണം ഒരു ഭാഗ്യം. അങ്ങനെ ചേർത്ത് വെച്ച് പറയാനെങ്കിലും വേണം ഒരു ഭാഗ്യം ജൂതനോട് വെച്ചിട്ട്. മനസ്സിലായോ? അതുപോലും അറിയാത്ത മണ്ടന്മാര് എന്റെ കമന്റ് ബോക്സിൽ വന്നിരുന്നിട്ട് ജൂതന്റെ അങ്ങനെയാണ്, ജൂതന്റെ ഇങ്ങനെ എടുക്കുകയാണ്, ആന എടുക്കുകയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട്, എടാ സത്യം പറഞ്ഞ അപമാനം തോന്നുന്നത് വല്ല തുലുക്കനോടും വല്ല നീ എല്ലാം കമ്പയർ ചെയ്ത് വല്ല എന്നെ സംസാരിച്ചിരുന്നെങ്കിൽ ഞാൻ അപ്പം തൂങ്ങിച്ചാകണം. എത്രയോ പ്രാവശ്യം ഞാൻ PH സോപ്പിട്ട് കുളിച്ചാലും ഞാൻ കാണുന്ന സകല ഷാമ്പിട്ടോ ഈ ലോകത്തിലെ സകല സോപ്പിട്ട് കുഴിച്ചാലും അയ്യോ ആ നാറ്റത്തിന്റെ അഴുക്കിന്റെയും ഇതെന്ത് ചെയ്യത്തില്ല, മാറത്തില്ല. നീ വല്ല തുലുക്കന്റെ കൂടെയോ വല്ലത് എന്നെ കൂട്ടി വെച്ച് സംസാരിച്ചിരുന്നെങ്കിൽ. പക്ഷെ നീ ഓരോ ദിവസവും നീയൊക്കെ വന്നിട്ട് എന്നെ ജൂതന്മാരുമായിട്ട് ചേർത്ത് വെച്ച് സംസാരിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു മാനസിക തൃപ്തി ഉണ്ടല്ലോ, അതിന് വേണം ഒരു ഭാഗ്യം. ഒരു ജൂതനെ കല്യാണം കഴിച്ച് ജൂതന്റെ കൂടെ ജീവിക്കുന്നതിനൊരു സുഖമേ. അപ്പൊ ഇങ്ങനെയെങ്കിലും പറഞ്ഞ് നിങ്ങളൊരു തൃപ്തിയും ആശ്വാസവും കൂടി എനിക്കങ്ങ് തന്നേരെ. മനസ്സിലായോ? ഇതിന്റെയൊക്കെ വിചാരം ജൂതനുമായിട്ട് ചേർത്ത് വെച്ച് സംസാരിക്കുന്ന സമയത്ത് റീന ഇവിടെ ഇരുന്നിട്ട് മാനസിക വെപ്രാളവും പിരിമുറയും കൊള്ളുന്നെന്നാണോ നിങ്ങളുടെ വിചാരം? എടാ പോടാ, ഒന്നുമില്ലെങ്കിൽ അങ്ങനെയെങ്കിലും പറഞ്ഞ് ആശ്വസിക്കാമല്ലോ. നിങ്ങൾ പറയുന്നത് കേട്ടെങ്കിലും ഒരു ആശ്വാസം കണ്ടെത്താമല്ലോ എനിക്ക്. ഒന്നുമില്ലെങ്കിലും റെയറായിട്ടുള്ള പീസുമായിട്ടല്ലേ നിങ്ങൾ ചേർത്ത് വെച്ച് സംസാരിക്കുന്നത്. പക്ഷേ തുലുക്കനുമായിട്ടാണ് നിങ്ങൾ പറഞ്ഞിരുന്നെങ്കിൽ അയ്യോ എന്റെ ദൈവമേ, ഞാൻ എത്ര ബക്കറ്റ് വെള്ളത്തിൽ കുളിച്ചാലും ഈ ലോകത്തിലെ സകലമായ ഷാമ്പിട്ട് കുളിച്ച് എന്റെ ദേഹത്തിലെ വാട പോക്കാൻ നോക്കിയാലും നടക്കുന്ന കാര്യം. എടാ അത്രയ്ക്ക് വിലയേടാ ഉള്ളു നിനക്കൊക്കെ, വിവരം കെട്ടവന്മാരെ. മനസ്സിലായോ? നിനക്കൊക്കെ അത്രയ്ക്ക് വിലയേ ഉള്ളൂ എന്നുള്ളത് മനസ്സിലാക്കിക്കൊള്ളുക. നിങ്ങളുടെയൊക്കെ നിലവാരം അത്രയ്ക്കേ ഉള്ളൂ. ജൂതനോട് ചേർത്ത് മുട്ടാനും ജൂതനോട് ചേർത്ത് സംസാരിക്കാനൊന്നും നിങ്ങൾ വളർന്നിട്ടില്ല. പറഞ്ഞു മനസ്സിലായോ? ജൂതന്മാരുമായിട്ട് ചേർത്ത് വെച്ച് സംസാരിക്കാനും ജൂതനോട് മുട്ടാനൊന്നും
നിങ്ങൾ വളർന്നിട്ടില്ല, നിങ്ങളെല്ലാം ശിശുക്കളാണ്, ശിശുക്കൾ. അതുകൊണ്ട് ദയവ് ചെയ്ത് പിന്നെ നിങ്ങളൊരു കാര്യം ചെയ്യണം, എത്രയും പെട്ടെന്ന് തന്നെ ഒരു യഹൂദനുമായിട്ടുള്ള എൻ്റെ വിവാഹം വേഗത്തിൽ നടക്കുന്നതിന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുക പ്രിയ സഹോദരങ്ങളെ. അതും കൂടി ഒന്ന് പ്രാർത്ഥിച്ചു. നിങ്ങൾ തള്ളാകുവിനോട് 5 പ്രാവശ്യം കൊണ്ടുപോയി കൊതം കൊടുക്കുന്നതല്ലേ, കൂട്ടത്തിൽ എന്ത് ചെയ്യുക, നിങ്ങളിത് പറഞ്ഞ് സ്ഥാപിക്കാൻ ഏറ്റവും വേഗത്തിൽ സംഭവിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. നിങ്ങൾ പറയുന്ന കാര്യം വേഗത്തിൽ തന്നെ അത് സംഭവിക്കട്ടെ പ്രിയ സഹോദരങ്ങളെ. അപ്പം മുട്ടുമ്പം ആരത്താ വന്ന് മുട്ടുന്നതെന്ന് പറഞ്ഞ്, എടാ ലോകത്തിലുള്ള കോടാനുകോടി തുലുക്കന്മാർക്ക് ഒരു കാൽജൂതൻ മതി, കാൽജൂതൻ. എന്തിന്? പെൺജൂത സ്ത്രീയുടെ പകുതി പോലും മതി, ജൂത സ്ത്രീയോട് ഒട്ടി നടക്കുന്നവള് മതി. എന്തുവാ, ലോകത്തിലുള്ള കോടാനുകോടി തുലുക്കന്മാരെ കാലേ വാരി തല്ലാനായിട്ട്. കാരണം നിങ്ങളുടെ മൊത്തത്തിലുള്ള മാനവരിൽ മഹാനായ കാമഭ്രാന്തൻ എന്ന് പറയുന്ന ഒറ്റ നബിയല്ലേടാ ഉള്ളു നിങ്ങൾക്ക്, ഒരു കുത്തു നബിയല്ലേ ഉള്ളൂ നിങ്ങൾക്ക്. ആ ഒരു കുത്തു നബിയുടെ അന്ത്യം കുറിച്ചു വെച്ചതും ഒരു ജൂത സ്ത്രീയാ. അപ്പൊ നിങ്ങളുടെ ലോകത്തിലുള്ള സകല 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 തുലുക്കന്മാർക്കും ഒരു സ്ത്രീ മതി, ജൂത സ്ത്രീ മതി എന്ന കണക്ക്. മനസ്സിലായോ? ലോകത്തിലുള്ള സകല തുലുക്കന്മാർക്കും ഒരു ജൂത സ്ത്രീ മതി എന്ന കണക്ക്. അപ്പൊ ആ ജൂത സ്ത്രീയോട് ഒട്ടി നടക്കുന്നവള് മതി ഈ എന്താ പറയുന്ന ലോകത്തിലുള്ള പകുതി തുലുക്കന്മാരെയും കാലേവാരി തല്ലാനായിട്ട്. പറഞ്ഞ പിടികിട്ടിയോ? ലോകത്തിലുള്ള സകല തുലുക്കന്മാരുടെയും കണക്കെടുത്ത് വെച്ചിട്ട് ആ പകുതി തുലുക്കന്മാരെയും ഒറ്റയടിക്ക് കാലേ വാരി തല്ലാനായിട്ട് ജൂതസ്ത്രീയോട് ഒട്ടി നടക്കുന്ന നോർമൽ ഒരു സ്ത്രീക്ക് മതി എന്നാണ് കണക്ക്. ഇങ്ങനെയൊക്കെ കണക്കുകൾ പഠിക്കണം കേട്ടോ നിങ്ങള്. നമ്മൾ എവിടെ ചാനി നിൽക്കുന്നോ ആ ചാനതിനോടുള്ള ആ ഒരു പവറ് നമുക്കങ്ങ് കിട്ടും. അപ്പം പ്രിയ സഹോദരങ്ങളെ, എൻ്റെ പേജിൽ വന്ന് മുട്ടുമ്പം പ്രത്യേകാൽ ഓർക്കണം, റീന യെരുശലേമിലാണ്. അത് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, നിങ്ങൾ പറയുന്നുണ്ടല്ലോ ജൂതൻ ജൂതൻ ജൂതൻ, ആ ജൂതന് ഏറ്റവും വേണ്ടപ്പെട്ടവളാ റീന. അതും കൂടി നിങ്ങൾ ഓർക്കണം. പറഞ്ഞ മനസ്സിലായോ? നാളൊരു കാലത്ത് നിങ്ങൾ ബോധം കെട്ട് വീഴുന്ന തരത്തില് റീന ഒരു എഴുന്നേറ്റ് നിൽക്കും. അന്ന് നീയൊക്കെ നിന്റെ നിലവാരം ഇടിച്ചു താഴ്ത്തി നീയൊക്കെ അപ്പം നിന്ന് കരയും എൻ്റെ മുമ്പില്. പറഞ്ഞ മനസ്സിലായോ? അപ്പം ഞാനിപ്പോൾ പറഞ്ഞ കണക്കുകളൊക്കെ എഴുതി കുറിച്ച് വെച്ച് പഠിച്ചു വെച്ചോ എല്ലാവന്മാരും. ഒന്നാമത്തെ കാര്യം നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ടത്, റീനയടുത്ത പേജിൽ വന്ന് മുട്ടുന്നത് റീന യെരുശലേമിലാണ്. അത് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, നിങ്ങളെ മുഴുവനെയും മുൾമുനയിൽ നിർത്തി നിങ്ങളുടെയൊക്കെ പേടി സ്വപ്നമായി നിൽക്കുന്ന ഒരു ജൂതന് ഏറ്റവും വേണ്ടപ്പെട്ടവളാണ് ഞാൻ. അത് രണ്ടാമത്തെ കാര്യം, മറന്നു പോകരുത്. പറഞ്ഞ മനസ്സിലായോടാ വിവരം കെട്ടവന്മാരെ? അതുകൊണ്ട് സൂക്ഷിച്ചും എബി എബ്രഹാം, പ്രിയ സഹോദരങ്ങളെ, എബി എബ്രഹാമിന്റെ കൂടെ കണ്ണാടി വെച്ചുകൊണ്ടിരിക്കുന്ന അവന്റെ ഭാര്യ പൂറി മോൾക്ക് ഒരു ഹായ് പറയണമെന്നാണ് എബി എബ്രഹാം പറയുന്നത്. അതിനെന്താ എബി എബ്രഹാമേ, നിന്റെ കൂടെ ഇരിക്കുന്ന ആ കണ്ണാടി വെച്ചവളുടെ പേര് പൂറി മോളെ എന്നാണോ? നല്ല പേര്. തുലുക്കന്മാരാണ് സാധാരണ എന്ത് ചെയ്യുന്നത്, ഇങ്ങനെ പൂറി മോളെ, ഉണ്ടച്ചി മോളെ എന്നൊക്കെ ഉമ്മായ്ക്കും മകൾക്കും ഒക്കെ പേരിടുന്നത്. എബി എബ്രഹാമേ, നിന്റെ ഭാര്യയ്ക്ക് പൂറി മോളെ എന്ന് നീ പേരിട്ടത് കൊണ്ട് അവളുടെ കൊതത്തിനകത്തോട്ടൊരു മിസൈൽ തരാൻ റീനയ്ക്ക് കഴിയുമോ എന്ന് ചോദിക്കാനാണോ നീ വന്നേ? എബി എബ്രഹാമേ, നിന്റെ ഭാര്യയുടെ കൊതത്തിനകത്തോട്ട് കയറ്റാനുള്ള മിസൈല് ഇറാൻ ഇന്ന് വിട്ടിട്ടില്ല പൊന്നുമോനെ. ഇറാൻ വിടുകയാണെങ്കിൽ അവനോട് പറയാം, നിന്റെ ഭാര്യയുടെ കൊതം ഇങ്ങനെ തുറന്നു വെക്കാൻ പറഞ്ഞേരെ, കുറച്ച് വെളിച്ചെണ്ണയൊക്കെ നല്ലതുപോലെ പുരട്ടി വെച്ചേരെ, അവിടെ കൊതം വിരിച്ചു വെച്ചിട്ട് ഇറാന്റെ അടുത്ത് പറഞ്ഞ ആ മിസൈൽ നേരെ നിന്റെ ഭാര്യയുടെ കൊതത്തിനകത്തോട്ട് കയറ്റാൻ പറഞ്ഞേക്കാം. എബി എബ്രഹാമേ, ഓ അവന്റെ അമ്മയുടെ പേരാണ് പൂറി മോളെന്ന്. ഇല്ല, ഭാര്യയുടെ പേരല്ല പൂറി മോള്, അവന്റെ അമ്മയുടെ പേരാണ് പൂറി മോളെന്ന്. ഓ ശരി, എബി എബ്രഹാമിന്റെ അമ്മ പൂറി മോൾക്ക് ഒരു ഹായ്. ഓ അമ്മയ്ക്കാണോ ഇറാന്റെ മിസൈൽ വേണ്ടത്?
എന്നാൽ അമ്മയുടെയും കൊതം കൂടി കമഴ്ത്തി ഇങ്ങനെ കുനിച്ചു വെച്ചിട്ട് വെളിച്ചെണ്ണ ചേർത്ത് ഇങ്ങനെ തുറന്ന് വെക്കണം. നീ അമ്മയുടെ കൊതം ഇങ്ങനെ 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 വിരിച്ച് തുറന്ന് വെക്കണം. അപ്പോഴേക്കും ഇറാൻ വിടുന്നൊരു മിസൈല് നിന്റെ അമ്മയുടെ കൊതത്തിനകത്തോട്ടും ഭാര്യയുടെ കൊതത്തിനകത്തോട്ടും പിഷ്കന്നങ്ങ് കയറിപ്പോകും. തൽക്കാലത്തേക്ക് നീ ഒരു കാര്യം ചെയ്യും. ഇറാൻ ഇപ്പം എന്തായാലും മിസൈലൊന്നും ഇപ്പം വിടാൻ താല്പര്യമില്ലെന്ന് പറയുന്നത് കേട്ടു. അതുകൊണ്ട് മിസൈൽ 2 ദിവസത്തേക്ക് വരാൻ കുറച്ച് താമസിക്കും. അതുകൊണ്ട് ഭാര്യയുടെ പേര് തേവിടിയാ പുണ്ടയെന്ന് എന്തുവാടാ ഇത്? അമ്മയുടെ പേരായിട്ടോ പൂറി മോള്, ഭാര്യയുടെ പേര് തേവിടിയാ പുണ്ട. അപ്പൊ ഒരു കാര്യം ചെയ്, ഈ ഭാര്യയും ഈ തേവിടിയാ പുണ്ടയും ഒരു മിനിറ്റ് പ്രിയ സഹോദരങ്ങളത് ഇപ്പൊ വരാവേ. എബി എബ്രഹാമിന്റെ ഭാര്യ തേവിടിയാ പുണ്ടയോ, അമ്മ പൂറി മോളി, എന്തൊക്കെ പേരാടാ എബി എബ്രഹാമേ. ഇങ്ങനെയൊക്കെ ഭാര്യമാർക്കും അമ്മയ്ക്കൊക്കെ പേരിടുന്ന മക്കളെ ഞാൻ ആദ്യമായിട്ടാണ് കണ്ടുവച്ചിരിക്കുന്നത്. അതുകൊണ്ട് എബി എബ്രഹാമിന്റെ അമ്മയ്ക്കും ഭാര്യയ്ക്കും ഇറാനിൽ നിന്ന് വിടുന്ന മിസൈല് വേണം. അവരുടെ കൊതം ഇങ്ങനെ തുറന്നു വെച്ചിരിക്കുക, എണ്ണയും തേച്ചിട്ടെന്നാണ് എബി എബ്രഹാം പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് എബി എബ്രഹാമെ തൽക്കാലം ഇപ്പോൾ മിസൈല് കിട്ടാൻ സാധ്യത വളരെ കുറവാണ്. അപ്പൊ നീ ഒരു കാര്യം ചെയ്യ്, കമ്പിപ്പാരയുണ്ടല്ലോ വീട്ടില്, എന്തുവാ തേങ്ങ പൊളിക്കുന്ന കമ്പിപ്പാരയുണ്ടല്ലോ, അതിങ്ങനെ വിരിച്ചു വെക്കണം. എന്നിട്ട് അമ്മയെ പൊക്കണം കൊതത്തിനകത്ത് എണ്ണ തേച്ചിട്ട്. എന്നിട്ട് ആ കമ്പിപ്പാരിലോട്ട് പടക്കേന്ന് പറഞ്ഞ് അമ്മയെ ഇരുത്തണം. രണ്ടാമത് ആ കൂടെ നിൽക്കുന്ന ഫോട്ടോ എടുത്തിട്ട് ഇങ്ങനെ നിൽക്കുന്നില്ലേ ഭാര്യ, അവളെ കൊതത്തിനകത്ത് എണ്ണ തേക്കണം. എന്നിട്ട് ആ കമ്പിപ്പാര എടുത്ത് വെച്ചിട്ട് അതിനകത്തോട്ടൊന്ന് കയറ്റി കൊടുക്കണം. അപ്പം തൽക്കാലമുള്ള ആശ്വാസത്തിന് അതേ പറ്റത്തുള്ളൂ പ്രിയ സഹോദരങ്ങളെ, അത് മനസ്സിലാക്കിക്കൊള്ളുക. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇപ്പൊ ഒരു മിസൈല് വരാൻ സാധ്യതയുണ്ട്. എബി എബ്രഹാമേ, അലാറാം വരുന്നുണ്ട്, മിക്കവാറും ഇപ്പൊ മിസൈല് വരും. അത് വേണമെങ്കിൽ ഞാൻ അങ്ങോട്ട് പറഞ്ഞു വിട്ടേക്കാം. ഇപ്പോൾ ഒരു മിസൈല് വരാൻ സാധ്യതയുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അലാറത്തിന് ഒരു ഇതടിക്കുന്നുണ്ട്. എബി എബ്രഹാമിന്റെ ആഗ്രഹം എന്തായാലും ഇറാൻ സാധിച്ചു കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. അപ്പം എത്രയും പെട്ടെന്ന് അമ്മയുടെയും എബി എബ്രഹാമിന്റെ അമ്മ പൂറിയും ഭാര്യ തേവിടിച്ച് മുണ്ടച്ചിയുടെയൊക്കെ കൊതത്തിനകത്തോട്ട് എണ്ണയും തേച്ച് എബി എബ്രഹാം ഇങ്ങനെ കുഴിച്ചു നിർത്തി വെച്ചോളൂ. ഇറാൻ അയക്കാൻ പോകുന്ന മിസൈല് വേഗത്തിൽ കയറാൻ സമയമായിരിക്കുന്നു. എബി എബ്രഹാമെ, എബി എബ്രഹാമിന് ഈ വഴി അറിയത്തില്ലെന്ന് തോന്നുട്ടോ. ആള് പുതിയതാ, അതുകൊണ്ട് പേജ് അറിയാതെ കയറിപ്പോയതാ, അറിഞ്ഞില്ല കൊച്ച്. വലിയ കണ്ണാടിയൊക്കെ വെച്ച് നിന്ന് വന്ന് ഷോ കാണിക്കാമെന്ന് പറഞ്ഞ് ഇറങ്ങിയതാ. ഇറങ്ങിയപ്പോഴാണ് അറിഞ്ഞത് ഈ റീനയുടെ പേജായിരുന്നു. ഇനി എബി എബ്രഹാം പഠിച്ചോളും ഇത് റീനയുടെ പേജാണെന്നുള്ളത്. ഇനി എബി എബ്രഹാം മറക്കത്തില്ലല്ലോ. നിങ്ങൾക്ക് തേവയുള്ളത് ഇവിടത്തിൽ കേട്ടു വാങ്ങിക്കൊള്ളുവിൻ, നിങ്ങൾക്ക് ആവശ്യമുള്ളത് ഈ സ്ഥലത്ത് ചോദിച്ചു വാങ്ങിച്ചുകൊള്ളുവിൻ. വീണ്ടും ഞാൻ പറയുകയാണ്, உங்களுக்கு தேவையானதை ഇവിടത്തിൽ കേട്ടു വാങ്ങുങ്ങൾ, നിങ്ങൾക്ക് ആവശ്യമുള്ളത് ഈ സ്ഥലത്ത് ചോദിച്ചു വാങ്ങുവിൻ. എബി എബ്രഹാമിന് അറിയത്തില്ലായിരുന്നു. ഈ പേജ് പുതുതായിട്ട് കാണാൻ വേണ്ടി വന്ന കൊച്ച. പോട്ടെ, സാരമില്ല എബി മോനെ. എബിയുടെ ആഗ്രഹങ്ങൾ സാധിപ്പിച്ചു തരാൻ ഇസ്രായേലിൽ റീന ഉണ്ടല്ലോ. ഡോണ്ട് വറി. എന്ത് വേണമെങ്കിലും പറഞ്ഞോളൂ. ഇറാനോടാണെങ്കിൽ ഇറാനോട് പറയാം നമുക്ക്, ഹിസ്ബുള്ളയോടാണെങ്കിൽ ഹിസ്ബുള്ളയോട് പറയാം നമുക്ക്, ഹമാസിനോടാണെങ്കിൽ ഹമാസിനോട് പറയാം നമുക്ക്, ഇല്ലെങ്കിൽ കൂത്തികളോട് പറയാം. കൂത്തികളുടെ സാധനത്തിന് ഡിമാൻഡ് ഉണ്ടോ? എബിയുടെ ഭാര്യയ്ക്കൊക്കെ അത് മതിയായിരിക്കും. റംഷിദ് ഇച്ചു, അയ്യോ റംഷിദ് ഇച്ചു എന്താ മോനെ പൊടി എന്നൊക്കെ പറഞ്ഞു. എവിടെയാ? അന്ന് പൊടി എഴുതിയതാ, പക്ഷെ കമന്റ് മുക്കി. പോട്ടെ, സാരമില്ല. അടുത്ത കമന്റ് റംഷിദ് എഴുതിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ വേഗം വരിക, സമയമില്ല. പറഞ്ഞ മനസ്സിലായോ? പൊന്നച്ചൻ ഐസക്ക്, ഇസ്രായേലിലെ വിശേഷമൊക്കെയാ ഞാനീ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മനസ്സിലായോ? ഇസ്രായേലിലെ വിശേഷമൊക്കെയാ ഞാനീ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് ഇതൊരു പ്രാക്ടിക്കലാണ്. പ്രാക്ടിക്കൽ. ദേ മിസൈൽ. അലാറാം വരുന്നുണ്ട്, അലാറാം അടിക്കുന്നുണ്ട്. ദേ എബിക്ക് വേണ്ടിയിട്ട് പ്രത്യേക തയ്യാറാക്കിയ മിസൈല്, എബിക്ക് വേണ്ടി പ്രത്യേക തയ്യാറാക്കിയ ഒരു മിസൈല്. എബി ആഗ്രഹിച്ചതുപോലെ തന്നെ
തുലുക്കന്മാരെ, ഇപ്പൊ കുതം കൊടുത്ത് കമഴ്ന്ന് കിടന്ന് പ്രാർത്ഥിച്ചാൽ റീനയുടെ തലയിൽ വീഴാൻ ചിലപ്പോൾ സാധ്യത ഉണ്ടായിരിക്കും. തുലുക്കന്മാരെ, ഇപ്പൊ നിങ്ങൾ കുതം കൊടുത്ത് കമഴ്ന്ന് കിടന്ന് പ്രാർത്ഥിച്ചാൽ മനസ്സിലായോ? എബിയുടെ പ്രാർത്ഥന എന്തായാലും കേട്ടു. എബിയുടെ പ്രാർത്ഥന എന്തായാലും എന്ത് ചെയ്തു? കേട്ടിട്ടുണ്ട്. തള്ളാഹു കുക്കുംബർ, തള്ളാഹു കുക്കുംബർ, ആറാണ്ടപ്പനെ, ആറാണ്ടപ്പനെ പറഞ്ഞ മനസ്സിലായോ? അപ്പൊ എബിയുടെ പ്രാർത്ഥന തുലുക്കന്മാർക്ക് മുഴക്കാം. എബിയുടെ പ്രാർത്ഥന. എബി അവന്റെ പേരെന്തോ? എബിയോ? എബി അബ്രഹാമേ, ഭാര്യയുടെ കൊതവും അമ്മയുടെ കൊതവും കൂടി തുറന്നു വെച്ചോണ്ടിരിക്കൂ. ദേ ഇപ്പൊ വരും മിസൈല്. ദേ ഇപ്പൊ കാണിച്ചു തരാം. വേഗം ഉണ്ടോ? ചീറ്റിപ്പോകരുത് ദയവ് ചെയ്ത്. ഇറാനെ പൊട്ടിയ ചീറ്റിയ പടക്കം അയക്കരുത്. അയക്കുന്നെങ്കിൽ കാര്യമായിട്ടൊരു പടക്കം അയക്കൂ. പൊട്ടിയ ചീറ്റിയ പടക്കം അയക്കരുത്. പ്ലീസ് 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 പ്ലീസ്. പൊട്ടിയ ചീറ്റിയ പടക്കം അയക്കരുത് എന്നൊരു അപേക്ഷ കൂടിയുണ്ട് ഇറാനോട്. ഞാൻ പ്രത്യേകാൽ പറയുകയാണ്, ഇറാനെ നീ പൊട്ടിയ ചീറ്റിയ പടക്കം അയക്കാതെ എബി അബ്രഹാമിന്റെ ഭാര്യയ്ക്ക് അമ്മയ്ക്കും സ്പോൺസർ ചെയ്തുകൊണ്ട് നല്ല ഒന്നാം തരം ഒരു പടക്കം അയക്കൂ. എന്ത് വന്നില്ലേ? ഇത് മിഥുനത്തിലെ ജഗതി പറയുന്നത് പോലെ ആയിപ്പോയല്ലോ. ഇപ്പൊ പൊട്ടും എന്ന് പറഞ്ഞ് ഞാൻ കാത്തിരുന്നിട്ട് ഇപ്പൊ പൊട്ടും എന്ന് പറഞ്ഞ് കാത്തിരുന്നിട്ട് എവിടെടാ ഇത്? പടക്കത്തിനൊന്നും വിലയില്ലേ? ഇറാന്റെ പടക്കത്തിന് മോനെ പടക്കത്തിന് വിലയില്ല പ്രിയ സഹോദരങ്ങളെ. അതുകൊണ്ട് എബി അബ്രഹാം, നിന്റെ ഭാര്യയുടെയും അമ്മയുടെയും കൊതത്തിന്റെ ആഗ്രഹം ഇറാന് തീർത്തു തരാൻ ബുദ്ധിമുട്ടുണ്ട് മകനെ. മനസ്സിലായോ? മനസ്സിലായോ? ഇറാന്റെ ഓരോ പടക്കത്തിന് എബിയുടെ അമ്മയുടെയും ഭാര്യയുടെയും ആഗ്രഹം സഹായിച്ചു കൊടുക്കാൻ പറ്റിയില്ല. ഇസ്രായേലിന്റെ നീ ചോദിക്കണ്ട, ഇസ്രായേലിന്റെ കിട്ടത്തില്ല. അതിനൊക്കെ കോടിക്കോടി, ആ മിസൈലിന് പോലും കോടികൾ വില കൊടുത്താലും കിട്ടത്തില്ല. അതുകൊണ്ട് പ്രിയ സഹോദരങ്ങളെ, ഒരു കാര്യം മനസ്സിലാക്കി വെച്ചോ, എബിയുടെ ആഗ്രഹം നടന്നില്ല. ഇപ്പൊ ഇങ്ങനെ ഒരു സൗണ്ട് കേട്ടെന്നുണ്ടെങ്കിലുണ്ടല്ലോ, അപ്പം നമ്മുടെ മീഡിയ ചാനലുകളെല്ലാം പറയുന്നത്, ദാ ഇസ്രായേൽ കിട്ടുകിട്ട ആടുന്നു, കിട്ടുകിട്ട വിറയ്ക്കുന്നു, അവിടെ സൈറനുകൾ മുഴങ്ങുന്നു. ഇവിടെ സൈറനുകൾ മുഴങ്ങിയിട്ട് ഞാൻ റോട്ടിൽ കൂടിയല്ലേ നടക്കുന്നേ? ഞാൻ വല്ല തുരങ്കത്തിലും കയറിയോ പ്രിയ സഹോദരങ്ങളെ? നമുക്കറിയാം ഈ സൈറൻ മുഴങ്ങുന്നത് എത്രയ്ക്ക് സൗണ്ടിന്. ഒരു മുന്നറിയിപ്പ് അത്രയേ ഉള്ളൂ. ഇറാന്റെ പടക്കം വന്ന് ആകാശത്തിൽ എന്ത് ചെയ്യും? ചെറിയൊരു പൊട്ടിത്തെറി അങ്ങ് നടത്തിക്കൊണ്ട് ഈ ഓലപ്പടക്കം, നനഞ്ഞ പടക്കം പൊട്ടിത്തെറിക്കത്തില്ലേ, അത് കണക്ക് പൊട്ടിത്തെറിച്ചിട്ട് പോകും. അത്രയൊക്കെ നടക്കത്തുള്ളൂ. അതൊക്കെ നമ്മൾ കണ്ട് ഇതൊക്കെ എത്ര കണ്ടതാ. ഇതൊക്കെ എത്ര കണ്ടതാ പ്രിയ സഹോദരങ്ങളെ. അതുകൊണ്ട് ഒരു കാര്യം പ്രത്യേകിച്ച് ഓർത്ത് വെച്ചോ, മീഡിയകൾ പറഞ്ഞു തരുന്ന വ്യാജത്തരത്തിൽ നിങ്ങൾ വിശ്വസിക്കരുത്. ഇവിടെ ജീവിക്കുന്ന, ഞാൻ ലൈവിൽ കാണിച്ചു തരാം, ഇവിടെ തൂറാന്റെ കക്കൂസിൽ നിന്ന് വരുന്ന പടക്കത്തിനൊക്കെ എന്ത് വിലയുണ്ടെന്ന്. അതിവിടെ വന്നാൽ എങ്ങനെ പൊട്ടും, എത്ര തരത്തിൽ, എത്ര അളവിൽ പൊട്ടും എന്നുള്ളതൊക്കെ ഞാൻ ലൈവിൽ നിങ്ങൾക്ക് കാണിച്ചു തരാം. മനസ്സിലായോ? അല്ലാതെ നിങ്ങൾ കഷ്ടപ്പെട്ട് വാർത്താ ചാനലുകൾ കുത്തിയിരുന്നിട്ട് അവിടെ സൈറനുകൾ മുഴങ്ങിക്കൊണ്ടിരിക്കുന്നു, ഇറാനിൽ നിന്നും മാരകായുധങ്ങൾ, വെപ്പനുകൾ ഭയങ്കരമായിട്ട് ഇറാനിൽ നിന്നും അവിടുന്ന് വീണ്ടും മിസൈലുകൾ അയച്ചുകൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടുള്ള വാർത്തകൾ തള്ളിമറയ്ക്കുമ്പോൾ ആ മിസൈലുകളിലൂടെ നെഞ്ചും ഉയർത്തിക്കൊണ്ട് ഇങ്ങനെ നടക്കണമെന്നുണ്ടെങ്കിലും സിനിമയിലെ മോഹൻലാലിനും സിനിമയിലെ രജനീകാന്തിനും ഹീറോകൾക്കും മാത്രമല്ല റീനയ്ക്കും നടക്കാൻ പറ്റും. മിസൈലുകളുടെ ഇടയിൽ കൂടി, റോട്ടിൽ കൂടെ നെഞ്ചും വിരുത്തിക്കൊണ്ട് ആറാണ്ടപ്പനെ പറഞ്ഞു നടക്കാൻ റീനയ്ക്കും പറ്റും. കാരണം ഞാനും ഒരു ഹീറോയിനാണ്.
ലവിയ 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 പെൻ സിംഹം. പറഞ്ഞാൽ മനസ്സിലായോ? അപ്പം പ്രിയ സഹോദരങ്ങളെ, ഞാനപ്പം പോവുകയാണ് ലൈവ് കട്ട് ചെയ്തിട്ട്. എനിക്ക് ഇനിയിപ്പം സമയമില്ല. ഞാൻ നാളെ വീണ്ടും ലൈവിൽ വന്ന് ബാക്കി വിശേഷങ്ങളൊക്കെ ഇതുപോലെ ചീറ്റിയ പടക്കങ്ങൾ വല്ലതും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണിച്ചു തരാം. ആ ചീറ്റിയ പടക്കങ്ങളുടെയും സൈറനുകൾ ഇങ്ങനെ മുഴങ്ങും. അത് ചീറ്റിപ്പോകുന്നത് നിങ്ങൾക്ക് മനോഹരമായ കാഴ്ചയിലൂടെ ഞാൻ കാണിച്ചു തരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ വീണ്ടും കാഴ്ചകളിലും വിശേഷങ്ങളിലും അറിവുകളിലും റഫൂഖ് ഹസാൻ പൂഴിക്കൽ. റഫൂഖ് ഹസാൻ പൂഴിക്കൽ പറയാണ്. കൾച്ചറിന്റെ കാര്യം പറയുന്നു. എടാ, 6 വയസ്സുകാരിയായ പെണ്ണിന്റെ കൊതം തിരക്കി പോയവനെ കൾച്ചറാണോ? റഫൂഖ് ഹസാൻ പാവം. ആ കൊതമ്മത് ഞാൻ പോകുന്നത് കണ്ടപ്പോഴത്തേക്ക് ആശ്വസിച്ച മനുഷ്യനാ. ആ കൊതമ്മത് റീന ഒന്ന് പോകാൻ പോകുന്നു കണ്ടപ്പോഴോ ഇപ്പോഴാ ശ്വാസം ഒന്ന് വീണത്. അയ്യോ, അവള് പോകാൻ പോവുകയാണോ ലൈവില് എന്ന് പറഞ്ഞ് ആശ്വാസത്തോടെ ഇരുന്നപ്പോഴത്തേക്കും ദേ വന്നു റഫൂഖ് ഒരു വെടിവഴിപാടുമായിട്ട്. ഹസാൻ കൾച്ചർ സംസാരിക്കാൻ വന്നിരിക്കുന്നു. ഒന്ന് ആലോചിച്ച് നോക്കി, ആരെ കുറിച്ചാ? കൊതമ്മതിനെ കുറിച്ച്. 6 വയസ്സുകാരിയായ കൊച്ചിന്റെ കൊതത്തിനോട് കാമം തോന്നിയിട്ട് തള്ളാഹുവിന്റെ മോനെ കൊതമത് നബിയെ കാലന്ത് നിലത്ത് ഉറയ്ക്കാത്ത അത് പിന്നെ ചേട്ടാ സൂക്ഷിച്ചു നോക്കൂ, ഞാൻ നിങ്ങൾ ഉദ്ദേശിച്ച ആളല്ല കേട്ടോ, ഞാനൊന്നും ഏറിയില്ല. തൂറാൻ എഴുതിയപ്പോൾ എന്നെ നാട്ടുകാരെല്ലാരും ഏറിൽ കയറ്റിയതാ. ആയിഷയെ കണ്ടപ്പോൾ എനിക്ക് ആശകൾ മൂത്തില്ലേ, എന്റെ കാമം തീർത്തില്ലേ. വളർത്തുമകൻ സൈദിന്റെ ഭാര്യ സൈനബയെ കണ്ടപ്പോൾ ആശകൾ തോന്നി, കാമം തീർത്തു. അപ്പോൾ കേൾക്കുന്നു തള്ളാഹുവിന്റെ കക്കൂസിന് ഒടുക്കത്തെ പാട്ട്. ആറാണ്ടപ്പന് തള്ളാഹു കുക്കുംബർ സൈനബ മൂടുപോയി. കൊതമരെ, നിന്നെ ഏറിൽ കയറ്റാൻ ഇന്നത്തെ വെടിവഴിപാട് അർപ്പിച്ചിരിക്കുന്നത് നമ്മുടെ റഫൂഖിന് പക ഒരു കൂറി കട്ടാക്കണേ. ഓക്കെ, റഫൂഖ് ഹസന് പൂഴിക്കൽ തീർന്നതാ. നിന്റെ കാര്യത്തിന് പരിഹാരമായി. നിന്റെ കൂറിയെ ഇപ്പം എടുത്തിട്ട് നിന്നോടുള്ള വൈരാഗ്യം തീർക്കാൻ നിന്റെ കൂറികൾക്കിട്ട് പണി കൊടുത്തോണ്ടിരിക്കുക കൊതമതിപ്പം. മനസ്സിലായോ? നിന്റെ കൂറികൾ നിനക്ക് വേണ്ടി മാറ്റി വെച്ചിരുന്ന റഫൂഖ് ഹസൻ പൂഴിക്കൽ പട്ടിത്തായോളിയോ അവന്റെ പേരാണ് കേട്ടോ. റഫൂഖ് ഹസൻ പൂഴിക്കൽ പട്ടിത്തായോളി. കുടുംബ പേരാണോ പട്ടിത്തായോളി? അയ്യോ, എങ്ങനത്തെ കുടുംബ പേരൊക്കെയാണ് ഇട്ട് വെച്ചിരിക്കുന്നത് റഫൂഖ് ഹസനെ. അപ്പൊ റഫൂഖ് ഹസൻ പട്ടിത്തായോളി എന്ന് പറയുന്ന കുടുംബ പേരുള്ളവൻ തള്ളാഹുവിനെ കൊതമതിനെ ഇപ്പൊ ഏറി കയറ്റിയ വകയായിട്ട് കൊതമത് ഇപ്പൊ പറഞ്ഞിരിക്കുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, അവന് നിന്നോടുള്ള വെറുപ്പ് എങ്ങനെ തീർക്കണമെന്ന് അറിയാണ്ട് എവിടാ റഫൂഖ് ഹസൻ. എടാ തള്ളാഹുവേ എന്ത് പറ്റി? ആ റഫൂഖ് ഹസന്റെ 72 കൂറി എന്തിയേ? ദേ ആ റൂമിൽ ഇരിപ്പുണ്ട്. ദേ ഉടുതുണിയില്ലാതെ ആ റൂമിൽ ഇരിപ്പുണ്ട്. ഇങ്ങെടുക്ക്, ഇവളുമാരുടെ കൊത ഞാൻ ഇന്ന് പൊളിച്ചു കൊടുക്കാം. അവൻ വന്ന് പൊളിക്കുന്നതിന് മുമ്പേ അവളുമാരുടെ കൊതത്തെ ഞാൻ ഇന്ന് പൊളിച്ചു കൊടുക്കാന്ന് പറഞ്ഞിട്ട് തീർന്ന് റഫൂഖ് ഹസനെ നിന്റെ 72 കൂറിമാരുടെയും കൊതം ഇപ്പോൾ കൊതമത് പൊളിച്ചോണ്ടിരിക്കുക. വല്ല കാര്യമുണ്ടോ? കന്നികാത്തം എന്ന് പറഞ്ഞ് തള്ളാഹു നിനക്ക് വേണ്ടി കാത്തു സൂക്ഷിച്ചു വെച്ച് 72 കൂറിമാർക്കും പണി കൊടുക്കാൻ നീ ഇറങ്ങിത്തിരിക്കേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നു? കൊതമതിന് പണി കൊടുത്താൽ അവൻ നിന്റെ കൂറിമാർക്കിട്ട് പണി കൊടുക്കും. അവൻ നിനക്ക് വേണ്ടി ദൈവദാസനൊന്നും കാണിക്കുന്ന ഒരാളൊന്നുമല്ല കൊതമത്. അതുകൊണ്ട് കൊതമതിനെ ഏറിക്കയറ്റാൻ വരുന്നവരെല്ലാം സ്വന്തം കൂറിമാർക്ക് കന്യകാചർമ്മം നശിപ്പിക്കുകയാണ് എന്നുള്ള കാര്യം മറന്നു പോകുന്നത്. മനസ്സിലായോ? കൊതമതിന് പണി കൊടുക്കാൻ വേണ്ടി ഇതിനകത്ത് വരുന്നവന്മാര്, ഇരന്ന് വരുന്നവന്മാര് സ്വന്തം കൂറികന്മാരുടെ കന്യകാത്വം നഷ്ടപ്പെടുത്തിയിട്ട് പിന്നെ കൊതമത് കളിച്ച കൂറിമാരെ വേണം പിന്നെ നീയൊക്കെ പോയിരുന്ന് കളിക്കാനായിട്ട്. പറഞ്ഞ മനസ്സിലായോ? വെറുതെ ഇരന്ന് അടിപേടിക്കാടാ, പോടാ കൊതമതിന് അവന്റെ കയ്യിൽ നിന്ന്. ഓക്കെ, അപ്പൊ ശരി പ്രിയ സഹോദരങ്ങളെ. അപ്പൊ ശരി, വീണ്ടും കാഴ്ചകളിലും വിശേഷങ്ങളിലും അറിവുകളിലും നമ്മൾ കണ്ടുമുട്ടുന്നവരെ എല്ലാവർക്കും ലഹി ത്രോത്ത്.